അലൈഹിസ്സലാമിനോടും കഅബത്തിന്റെ പുനർനിർമ്മാണം നിർവഹിക്കാൻ ആവശ്യപ്പെടുകയും അവരാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിനീത വിധേയരായി റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നും അതോടൊപ്പം തന്നെ അവരുടെ രണ്ടാമത്തെ പ്രാർത്ഥന റബ്ബന വജഅൽന മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, പടച്ചവനെ ഞങ്ങളുടെ പേരെയും നീ നിന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തുകയും ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്നും നിന്നെ അനുസരിക്കുന്ന ഒരു വിങ്ങനെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി മഹാനരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഒട്ടനവധി നബിമാരും അതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒട്ടനവധി ആധ്യാത്മിക രംഗത്ത് പവറുള്ള മഹാന്മാരും ഈ ലോകത്ത് ഉണ്ടാവുകയുണ്ടായി എന്ന് പറഞ്ഞു. അവിടെ ഒരു ചെറിയ സംശയം ചിലർ ചോദിച്ചു, എന്തിനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന് നല്ലവരുണ്ടാകണമെന്ന് മാത്രമാക്കി ഈ പ്രാർത്ഥന ചുരുക്കിയത്? ലോകത്തുള്ള ജനങ്ങളിൽ ഏതു പരമ്പരയിൽ പെടട്ടെ, എല്ലാവരും നന്നാവണം തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ പരമ്പരയും എന്ന് ചോദിക്കാതെ അവരുടെ പരമ്പരയിൽ മാത്രമായിട്ട് പ്രാർത്ഥന ലിമിറ്റ് ചെയ്തത് എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി ബഹുമാനപ്പെട്ട റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അമ്പിയാക്കളുടെ പരമ്പര എന്ന് പറയുന്നത് അത് ഏതു കാലഘട്ടത്തിലും ആ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പുള്ള ആളുകളെ ചുറ്റിപ്പറ്റി ആയിരിക്കും മറ്റുള്ളവരുടെ ഒക്കെ പ്രവർത്തനങ്ങളുടെ പൊതുവിലുള്ള പോക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പരമ്പരയിലുള്ളവർ അഥവാ എല്ലാവരും മാതൃകായോഗ്യരായി കാണുന്ന ഈ മഹത്തുക്കൾ നന്നായാൽ അവരെ പിന്തുടർന്ന് അവരോടൊപ്പം അവരെ ചുറ്റിപ്പറ്റി അവരെ ആദരിച്ച് അവരെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ ആളുകളിലേക്കും ഇവരിലുള്ള നന്മ പകരാൻ അത് കാരണമാകും. മമ്പുറം തങ്ങൾ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ ജീവിതം കണ്ടുകൊണ്ട് എത്ര മനുഷ്യന്മാര് ലോകത്ത് നന്നായി. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പെരുമാറ്റം കണ്ടുകൊണ്ട് മാത്രം എത്ര ആളുകൾക്ക് ഹിദായത്ത് കിട്ടി. അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിട്ടുള്ള മഹത്തുക്കളായ എല്ലാ ആളുകളുടെയും അവസ്ഥ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട സയ്യിദുമാരുടെ സേവനങ്ങളുടെ അവർ സമൂഹത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ അവസ്ഥകളൊക്കെ പരിശോധിച്ചാൽ അവർ ഈ സമൂഹത്തിന്റെ നെടുന്തൂണുകളായ ഈ സമുദായത്തിന് നെടുനായകത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മഹത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ നന്നാവുന്ന ഒരവസ്ഥ, അവർ മാതൃകായോഗ്യരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവരെ പിന്തുടർന്നുകൊണ്ട് അതേ സ്വഭാവത്തിലേക്കും ശൈലികളിലേക്കും കടന്നു വരാൻ ഒട്ടനവധി ആളുകൾക്ക് അത് പ്രചോദനമാകും. അതുകൊണ്ട് പ്രഥമമായും പ്രധാനമായും നന്നാവേണ്ടത് ആരു തന്നെയാണ്? ഈ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹീതരാകുന്നവർ തന്നെയാണ്. അതാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം. അപ്പൊ അവരെ പിന്തുടർന്നാൽ ബാക്കിയുള്ളവർക്ക് എന്താകും? അതിന്റെ കൂടെ ഹിദായത്തിലേക്ക് കടന്നു വരാനുള്ള മഹത്തായ അവസരം ഉണ്ടാകും എന്നും, അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം അത് വിശുദ്ധ പരമ്പരയുടെ ഗണത്തിൽ വരുന്നതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യത്തിൽ വരുന്ന പിതാക്കളെ ഒക്കെ ആക്ഷേപിക്കുകയും അവരെ ബിംബാരാധകരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിനൊന്നും ഒരിക്കലും തന്നെ ഒരു ന്യായീകരണവുമില്ലെന്നും ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിച്ചു. അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ജദ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ അടക്കമുള്ള കാലഘട്ടത്തിലെ പല മഹാന്മാരും കാനു അലാ ദീനിൽ ഇസ്ലാമി യുഖിറൂന ബിൽ ഇബ്ദാഇ വൽ ഇആദ വസ്സവാബി വൽ ഇഖാബി വയുവഹിദൂന അല്ലാഹ തആല വലാ യഅകുലൂന അൽ മൈതത വലാ യഅബുദൂന അൽ ഔസാൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ ആയ അബ്ദുൽ മുത്തലിബ് എന്നവർ അതേപോലെ ആ സംസ്കാരം ഉൾക്കൊണ്ടിട്ടുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ച ആമിർ ഇബ്നുൽ അർബിനെ പോലുള്ള വേറെയും പല ആളുകളും അവരൊക്കെ കാനു അലാ ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന യഥാർത്ഥ അള്ളാഹു പൊരുത്തപ്പെട്ട മതത്തിൻ്റെതായ റൂട്ടിലൂടെ തന്നെ ജീവിച്ചവരാണ്. അഥവാ ഈ ലോകത്തിന്റെ ഒരു തുടക്കമുണ്ടായിട്ടുണ്ട്, ഇനി ഇതിനൊരു അവസാനമുണ്ടാകും, പിന്നീട് മരണപ്പെട്ടതിനു ശേഷം പുനർജന്മമുണ്ടാകും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലെ ജനങ്ങൾ നിഷേധിച്ചിരുന്ന പലതും സമകാലികരായ പലരും ആക്ഷേപിച്ചിരുന്ന മനസ്സിൽ കൊണ്ടു നടക്കാൻ തയ്യാറാകാതിരുന്ന ഇസ്ലാമികമായിട്ടുള്ള ഹൃജുവായ മാർഗത്തിന്റെ ആശയങ്ങളൊക്കെ അവർ ജീവിതത്തിൽ പകർത്തിയിരുന്നു. അതേപോലെ പ്രതിഫലവും ശിക്ഷയും ഒക്കെ വരും എന്നവർ വിശ്വസിച്ചിരുന്നു. വയുവഹിദൂന അല്ലാഹ തആല,
അള്ളാഹുവിന്റെ ഏകത്വം അവർ പ്രഖ്യാപിച്ചിരുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആ മഹത്തായ തത്വം അവർ പ്രഖ്യാപിച്ചിരുന്നു. വലായകുലുൽ മൈത്തത്ത, അവർ ശവം തിന്നുമായിരുന്നില്ല. വലായഅബുദൂനൽ ഔസാൻ, ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ സ്വഭാവം ബിംബങ്ങളെ ആരാധിക്കാത്ത ഏകദൈവ സിദ്ധാന്തത്തിന്റെ ശൈലിയുമായി മുന്നോട്ട് പോകുന്ന സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവത്തിലാണ് തന്റെ മകനെ അബ്ദുള്ള എന്നവരെ അടക്കം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവർ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അബ്ദുള്ള എന്നവർക്ക് നരകത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളെ നാട്ടിൽ ചിലർ കാണിക്കുന്ന വ്യഗ്രത, അത് ഈ മതത്തോടും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുമുള്ള മനസ്സിന്റെ ഉള്ളിൽ അടങ്ങാത്ത പകയുടെ തെളിവാണ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് പടച്ചവനെ നിന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു വിങ്ങിനെ, ഒരു കൂട്ടത്തെ നീ ഉണ്ടാക്കണമെന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം. അത് വിശുദ്ധമായി നിലനിൽക്കുക എന്ന് ഈ ആയത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സത്യമാണ് എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. അതൊന്ന് ഉണർത്തിയിട്ട് ഇനി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ദ്വാരക്കണ അടുത്ത ഭാഗം അമ്മാ ഖൗലുഹു തആല വഅരിന മനാസികന, പടച്ചോനെ ഞങ്ങളുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്ന് ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ എന്നുള്ളൊരു പ്രാർത്ഥന. മനാസിക് വെച്ചാൽ അതിന്റെ വ്യാഖ്യാനം വിശദീകരണം വരുന്നുണ്ട്. പല അർത്ഥവും ഇവിടെ വിശദീകരിച്ചിരുന്നു പണ്ഡിതന്മാർ. ഒന്ന് മാനാഹു അല്ലിംന ശറായ ഹജ്ജിന, പടച്ചോനെ ഞങ്ങളുടെ ഹജ്ജിന്റെ നിയമവശങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന ഹജ്ജിന്റെ നിയമവശങ്ങൾ ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണമേ. ഇത് അമർത്തനാ ബിബിനാഇൽ ബൈത്തി ലനഹുജ്ജഹു വനദ്ഉ വന്നാസ ഇലാ ഹജ്ജിഹി. കാരണം എന്താ ഹജ്ജിന്റെ നിയമവശങ്ങൾ പഠിപ്പിക്കണം എന്ന് പറയാൻ കാരണം, ഞങ്ങളോട് നീ കൽപ്പിച്ചു നിന്റെ ഭവനത്തിന്റെ നിർമ്മാണം നിർവഹിക്കാൻ. ആ നിർമ്മാണം നിർവഹിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറയുന്നു പിന്നീട് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയെ, കഅബത്തിന്റെ നിർമ്മാണം കഴിഞ്ഞപ്പോ നിങ്ങൾ ജനങ്ങളോട് ഹജ്ജിന് വരാൻ വിളംബരം ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവോട് ചോദിച്ചു, പടച്ചോനെ ഇവിടെ ജനവാസമുള്ള സ്ഥലമൊന്നുമല്ല, ഇവിടെ ഞാൻ വിളിച്ചിട്ട് ആര് കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, വിളിക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി, കേൾപ്പിക്കൽ എന്റെ ഡ്യൂട്ടിയാകുന്നു. അതുകൊണ്ട് തന്നെ ദൂരം പ്രശ്നമല്ലാതെ കേൾക്കുമെന്ന് അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് വിശ്വസിച്ചാൽ അതിൽ ശിർക്ക് മണക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വഹാബികൾ എന്തുമാത്രം വിവരദോഷമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേൾപ്പിക്കൽ എന്നത് പടച്ചോന്റെ ഡ്യൂട്ടിയാണ്, അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ വിളിച്ചാൽ മതി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചു, ഓ ജനങ്ങളെ, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന റബ്ബക്കും ബനാ ബൈതൻ, നിങ്ങളുടെ നാഥൻ അതാ ഒരു ഭവനം നിർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ഭവനത്തെ കരുതി വരികയും അവിടെ നടത്തേണ്ട പ്രത്യേക ആരാധനയാകുന്ന ഹജ്ജിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരികയും ചെയ്യണം. ഉമ്മമാരുടെ ഗർഭപാത്രത്തിലും അതേപോലെ പിതാക്കളുടെ മുതുകുകളിലുമായി ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങളിൽ നിന്ന് അതാ ഹജ്ജിന് വരാൻ അല്ലാഹു തആല സെലക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളും ആ വിളി കേൾക്കുന്നു. അപ്പൊ വിളി കേൾക്കാൻ ഈ ഭൂമിയിലേക്ക് വരണം തന്നെയല്ല, പിന്നല്ലേ ഭൂമിയിൽ വന്നതിന് ശേഷം ഇവിടെ എല്ലാ കേൾക്കലും കാണലും ഒക്കെ അനുഭവിച്ചതിന് ശേഷം മറ്റൊരു ലോകമാകുന്ന ഖബറിലേക്ക് മാറ്റിയതിന് ശേഷം കേൾക്കാൻ പറ്റൂല എന്ന ചർച്ച വാസ്തവത്തിൽ മുസ്ലിം ലോകത്ത് ഒരു ചിന്തിക്കുന്ന മനുഷ്യന് സംശയം തന്നെ ഉണ്ടാകേണ്ട കാര്യമല്ല. മനസ്സിലായോ? ഭൂമിയിലേക്ക് വന്നിട്ട് തന്നെയല്ല മനുഷ്യന്മാര്, ആ വരുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഹജ്ജിനും ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്ത മനുഷ്യന്മാർ എന്താ പറയുന്നത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വരുന്നു. എന്താ ബടായി പറയാണോ? എപ്പോഴാ നിന്നെ വിളിച്ചേ എന്നാരെങ്കിലും ചോദിക്കലുണ്ടോ? അല്ലെ വിളിച്ച ഈ കേട്ടോന്ന് ചോദിക്കലുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒരൊറ്റ മനുഷ്യനും ഇവിടെ വന്ന് അവന്റെ കാതിനൊന്നും സംവിധാനം ഒരുങ്ങണതിന് മുമ്പ് തന്നെ, ഒരു മനുഷ്യന്റെ കോലം അവനാകണതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യനെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചപ്പോ ആ വിളി ഉമ്മയുടെ ഗർഭപാത്രത്തിലും പിതാക്കളുടെ മുതുകുകളിലുമായി
എപ്പോഴൊക്കെ ഇനി ഹജ്ജിന് വരാൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല കനിഞ്ഞരുളിയിട്ടുള്ള ആളുകളുണ്ടോ അവരൊക്കെ ആ വിളി കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് വിളി കേൾക്കുക എന്ന് പറയുന്നത് ദൂരത്തുള്ള ആള് വിളിച്ചാൽ കേൾക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കാകും എന്ന് പറഞ്ഞിട്ട് ബദരീങ്ങളെ കാക്കണേന്നോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കണേന്നോ ഒരു തൗഹീദ് കറകളഞ്ഞ ഏകദൈവ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ യാ റസൂലല്ലാഹ് അള്ളാഹുന്റെ റസൂലെ എന്നൊന്ന് വിളിച്ചു പോയാൽ അവിടെ ശിർക്ക് മണക്കണ സാധുക്കൾക്ക് മതവുമായി മതത്തിന്റെ പ്രമാണങ്ങളുമായിട്ട് ഒരു ബന്ധമല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാർക്കാണ് അല്ലിംന ശറായിഹ ഹജ്ജിന, പഠിച്ചോനെ ഹജ്ജിന്റെ നിയമവശങ്ങൾ എങ്ങനെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണം. ഇത് അമർത്തനബി ബിനായിൽ ബൈത്തിയിലിന ഹുജ്ജ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നീ കഅബ നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു. എന്നിട്ട് വനദുവന്നാസ ഇലാ ഹജ്ജിഹി, ആ ഹജ്ജിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും നീ ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഇനി ജനങ്ങൾ വരുമ്പോ എങ്ങനെ ഇത് നിർവഹിക്കേണ്ടതെന്നും കൂടെ അറിയണ്ടേ. അതിനാൽ ഫഅല്ലിംനാ ശറായിഹു, ഹജ്ജിന്റെ ശരീഅത്തിന്റെ വശങ്ങൾ നിയമവശങ്ങൾ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. വമാ യംബഗി ലനാ അൻ നഅതിയഹു ഫീഹി മിൻ അമലിൻ വഖൗലിൻ, ഞങ്ങൾ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഹജ്ജ് കൊണ്ടുവരേണ്ടതെന്നും ഏത് വാക്കുകളാണ് അതുമായി ബന്ധപ്പെടുത്തി ഞങ്ങൾ ഉരുവിടേണ്ടതെന്നും എന്തൊക്കെ പറഞ്ഞുകൂടാ എന്തൊക്കെ ചെയ്തുകൂടാ എന്നും, അഥവാ ഈ ഹജ്ജ് സമ്പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ, ആ ഹജ്ജിന്റെ മഹത്വത്തിന് നിരക്കാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഹജ്ജിന്റെ നന്മയിൽ എററ് കുടുങ്ങുന്ന എന്തൊക്കെ വേണ്ടാത്തരങ്ങളുണ്ടോ അതൊക്കെ സൂക്ഷിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ പുണ്യങ്ങളൊന്നും ഒഴിഞ്ഞു പോകാതെ അത് മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പടച്ചോനെ ഹജ്ജിന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ എന്നാണ് ഇവിടെ അരിനാ മനാസിക്കന, ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ ഹജ്ജിന്റെ നിയമങ്ങൾ നീ പഠിപ്പിച്ചു തരണമേ എന്നാണ് ഒരർത്ഥം. മറ്റൊരു വ്യാഖ്യാനം അൽഹിർഹാലി അയുനിന ഹത്താ നറാഹ, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഹജ്ജിന് ഞങ്ങൾ എവിടേക്കാ പോകേണ്ടത്? ഹജ്ജ് പറഞ്ഞത് ഒരു സ്ഥലത്ത് മാത്രം ചെയ്യണ്ടല്ലോ അല്ലെ. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യണം, എന്നിട്ട് പിന്നെ അറഫയിൽ പോകണം, അതേപോലെ മിനയിലും മുസ്ദലിഫയിലും ബന്ധപ്പെടണം, അതുപോലെ തന്നെ ജംറകളിൽ എത്തണം, കഅബത്തിന്റെ അടുത്ത് തവാഫ് നിർവഹിക്കണം, സഫാ മർവക്കിടയിൽ സായി നിർവഹിക്കണം, അതേപോലെ മുസ്ദലിഫയിൽ രാപ്പാർക്കണം. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെന്ത് ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഈ ഹജ്ജുമായി ബന്ധപ്പെടുത്തി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകേണ്ടത് ആ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നും ഒരർത്ഥമുണ്ട്. ഖാലൽ ഹസനു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അറാ ഇബ്രാഹിമ അൽ മനാസിക കുല്ലഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ നടക്കേണ്ട എല്ലാ സ്ഥലങ്ങളെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തു. ഹത്താ ബലഗ അറഫാത്ത്, അങ്ങനെ എന്ത് ചെയ്തു? അറഫയിലെത്തിയപ്പോ ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം എന്നവരെ അറഫ്ത, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നാം, അതെ മനസ്സിലായി. അപ്പോൾ ഫസുമ്മിയത്ത് അറഫാത്ത്, ആ സ്ഥലത്തിന് അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടുന്നാണ് ഈ ചോദ്യം ഉണ്ടായത്, അതുകൊണ്ട് അതിന് അറഫാത്ത് എന്ന് പേരിട്ടു. ഏതായാലും ശരി, അങ്ങനെ ഫലമാക്കാന യൗമുൻ നഹർ, പെരുന്നാളിന്റെ ദിവസമായപ്പോ ദുൽഹിജ്ജ 10 അറാദ യസൂറൽ ബൈത്ത, കഅബത്തിന്റെ അടുത്തേക്ക് 9 അറഫയിലേക്ക് നിന്ന് 10ന്റെ അന്ന് കഅബയിലേക്ക് പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീരുമാനിച്ചപ്പോ അറള ലഹു ഇബ്ലീസ് ഫസദ്ദ അലൈഹി തരീഖ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടിട്ട് വഴി തടഞ്ഞു. നിങ്ങൾ പോകാൻ പാടില്ല എന്ന നിലക്ക് വഴി തടഞ്ഞപ്പോൾ ഫമറഹു ജിബ്രീൽ അലൈഹി സ്വലാം യർമിയഹു ബിസബിയ ഹസയാത്തിൻ, 7 ചെറിയ കല്ലെടുത്തിട്ട് അവനെ എറിയാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ ഫഅൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ചെയ്തു. അപ്പോൾ ഫദഹബ ശൈത്താൻ, പിശാച് പോയി. സുമ്മറല്ലഹു ഫിൽ യൗമി സാനി വസാലിസി വറാബി, 2ാം ദിവസവും 3ാം ദിവസവും 4ാം ദിവസവും, അതായത് പെരുന്നാളിന്റെ അന്ന്, പിന്നെ ദുൽഹിജ്ജ 11, 12, 13, അങ്ങനെ ഈ 4 ദിവസങ്ങളിൽ എന്തുണ്ട്? 10ന്റെ അന്ന് ജംറത്തുൽ അഖബയിൽ ഏറ് നടക്കുന്നുണ്ട്. 11, 12, 13 ദിവസങ്ങളിൽ 1ാം ജംറയിലും 2ാം ജംറയിലും 3ാം ജംറയിലും 3 സ്ഥലത്ത് ഏറ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ 4 ദിവസവും പിശാച് എന്ത് ചെയ്തു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ വന്ന് തടസ്സം നിന്നു. ആ തടസ്സം നിന്നപ്പോഴൊക്കെ കുല്ലദാലിക യൗമുറുഹു ജിബ്രീൽ അലൈഹി സ്വലാം ബിറമിൽ ഹസയാത്ത്, ആ സമയത്തൊക്കെയും കല്ലെടുത്ത് എറിയാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാം നിർദ്ദേശിച്ചു. അത് കല്ലേറുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിന് അത്തരം സംഗതികളിലോട്ടൊക്കെ എന്തുണ്ടാവാം,
ഒരു ബന്ധം ഉണ്ടാവാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ പല സംഗതികളും, അതേപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ പിശാച് വന്ന് ശല്യം ചെയ്തു എന്ന സംഗതികൾ അടക്കമുള്ള ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കാരണങ്ങളാകാമെങ്കിൽ തന്നെയും ഒരു വിശ്വാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു, അതുകൊണ്ട് ചെയ്യുന്നു എന്ന ആ ഒരു സമർപ്പണത്തിന്റെ സന്ദേശത്തിലേക്ക് എത്തുന്നതാണ് വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക വശം കൂടുതൽ കളർഫുൾ ആയി മാറാൻ സഹായകമാകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട റാസി ഇമാം ഇവിടെ അരിന മനാസിക്കന എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനം അവിടെ പറയാണ്. ഒന്ന് ഹജ്ജിന്റെ നിയമവശങ്ങൾ, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, എന്തൊക്കെ പറയണം എന്നീ കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം എന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം അരിന മനാസിക്കന എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞങ്ങൾ സന്ദർശിക്കേണ്ട പ്രദേശങ്ങളും സ്ഥലങ്ങളും അതേതാണെന്ന് കാണിച്ചു തരണം. അപ്പൊ രണ്ട് വ്യാഖ്യാനം ഉണ്ടായാൽ വാസ്തവത്തിൽ ഹജ്ജ് സമ്പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് വേണം? അത് രണ്ടും ആവശ്യമുണ്ട്. ആ രണ്ട് വ്യാഖ്യാനങ്ങളും ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു റൂട്ടാണ് ഇവിടെ സ്വീകരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഒരു വ്യാഖ്യാനം. അരിന മനാസിക്കന വെച്ചാൽ ഞങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, അതിന്റെ സ്ഥലങ്ങൾ കാണിച്ചു തരികയും ചെയ്യണം. മറ്റൊരു വ്യാഖ്യാനം മനാസിക് വെച്ചാൽ അന്നുസുഖു വത്തഅബ്ബുദു, ആരാധനയുമായി ബന്ധപ്പെടൽ എന്നാണ് നുസുക്കിന്റെ അർത്ഥം. അപ്പൊ എന്താവും? വെറും ഹജ്ജ് മാത്രല്ല മറ്റെല്ലാ ആരാധനകളും എന്ന അർത്ഥം ഉണ്ടാവും. ഇന്ന സ്വലാത്തീവ നുസുക്കി നമ്മൾ വജ്ജത്ത് ഓതുമ്പോ പറയുമ്പോ എന്റെ മറ്റു സൽക്കർമ്മങ്ങളും എന്റെ കർമ്മങ്ങളും അവിടെ അർത്ഥം പറയല്ലേ. അപ്പൊ നുസുക്ക് എന്നതിന് ഹജ്ജ് എന്ന് മാത്രമല്ല മറ്റു കർമ്മങ്ങൾ എന്നതും കൂടെ ഉദ്ദേശിക്കലുണ്ട്. അപ്പൊ ഇവിടെ അരിന മനാസിക്കന വെച്ചാൽ ഞങ്ങളുടെ ആരാധനാ കാര്യങ്ങളൊക്കെ. അപ്പൊ ഹജ്ജിൽ മാത്രം ലിമിറ്റ് ചെയ്യണ്ട, മറ്റു എല്ലാ ആരാധനാ കാര്യങ്ങളും പഠിപ്പിച്ചു തരണം എന്ന് എന്ത് ചെയ്യാം അവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലൊരു അർത്ഥവും വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ അർത്ഥവും ശരി തന്നെയാണ്. അപ്പൊ എല്ലാ ദീനിയായിട്ടുള്ള ശറഈയായ വശങ്ങളും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. അതായത് അല്ലിംന കൈഫ നഅ്ബുദുക വഅൈന നഅ്ബുദുക വബിമാദാ നതഖറബു ഇലൈക ഹത്താ നഖ്ദിമക ബിഹി കമാ യഖ്ദുമുൽ അബ്ദു മൗലാഹു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അപ്പൊ ആ അർത്ഥം നമ്മൾ പറയുമ്പോ ഇവിടെ എന്താ ഉദ്ദേശം? അല്ലിംന കൈഫ നഅ്ബുദുക, പഠിച്ചോനെ എങ്ങനെയാ ഞങ്ങൾ നിനക്ക് ഇബാദത്ത് എടുക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണം. വഅൈന നഅ്ബുദുക, എവിടെ വെച്ചാ ഇബാദത്ത് എടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. ഇബാദത്ത് എടുക്കാൻ ചില സ്ഥലങ്ങളുമായിട്ട് എന്താവും ചിലപ്പോൾ അതിന് ബന്ധം ഉണ്ടാവും. അപ്പൊ ആ സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? അതിന് പരിഗണിക്കണം അല്ലേ. അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ജമാഅത്തായിട്ടുള്ള നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതിന് വലിയ പവറുണ്ട്. ജമാഅത്തിന് പള്ളിയിൽ പോകാത്ത പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ആക്ഷേപത്തിന്റെ സ്വരത്തിൽ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ലാ സ്വലാത്ത ലി ജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾക്ക്, അഥവാ ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നിടത്തുള്ളവരൊക്കെ അയൽവാസികളാ, ആ അയൽവാസികൾക്ക് പള്ളിയിൽ ചെന്നല്ലാത്ത നിസ്കാരം പൂർണ്ണമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സംഗതിക്കും ഓരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എഴുത്തിക്കാഫ് ഇരിക്കാൻ അത് എവിടെ തന്നെ പറ്റുള്ളൂ? പള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്തേ പറ്റുള്ളൂ. ആ നിലക്ക് ഇബാദത്ത് എവിടെ വെച്ച് ചെയ്യണം എന്നും നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. വബിമാദാ നതഖറബു ഇലൈക, പഠിച്ചോനെ എന്ത് ചെയ്താലാണ് നിന്റെ തൃപ്തിയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുക എന്നും പഠിപ്പിച്ചു തരണം. പുണ്യാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ചില ആൾക്കാര്. അവര് പുണ്യാണ് എന്ന് ദുർന്യായം പറഞ്ഞിട്ട് എന്താക്കും? കുറെ ആളുകൾ ജുമാന്റെ മുമ്പ് പ്രസംഗിച്ചിട്ട് ആൾക്കാരെ നശിപ്പിച്ചും അവിടുത്തെ സൂറത്തുൽ കഹ്ഫ് ഓതുന്ന മുടക്കുന്ന ആൾക്കാരില്ലേ, അതൊരു വലിയ കാര്യമെന്ന് വിചാരിച്ചിട്ടല്ലേ അവർ ചെയ്യുന്നത്. അതേപോലെ വെള്ളിയാഴ്ച ദിവസം മെമ്പർ കയറിയിട്ട് ഖുത്ബ ജനങ്ങൾക്ക് തിരിയണമെന്ന് ദുർന്യായം പറഞ്ഞിട്ട് എന്താക്കാ, മെമ്പർ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് കടകവിരുദ്ധമായ വിധത്തിൽ ഒരു പരിഭാഷ ഖുത്ബ നടത്തുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടില്ലേ. അപ്പൊ അങ്ങനൊന്നും ചെയ്തിട്ട് അത് ചെയ്താലാണ് എന്താക്കുക, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് വിചാരിച്ചാൽ മോശല്ലേ. അപ്പൊ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് നിന്നിലേക്ക് അടുക്കാൻ പറ്റുക, ഏതു ചെയ്താലാണ് നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് കിട്ടുക, അത് മനസ്സിലാക്കി തരണം. അത് മനസ്സിലാക്കിനോടത്ത് അബദ്ധം പറ്റിയാല് പുണ്യാന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ എല്ലാ ടീമും. നേരത്തെ പേരൂർ സാറിന്റെ ആ പ്രസംഗത്തില് നമ്മൾ കേട്ടില്ലേ, ആരിപ്പോ നരകത്തിൽ കിടക്കണമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണില്ലല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടി പോകണ്ടോ? ഇല്ല, എല്ലാവരും സ്വർഗത്തിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർ പലർക്കും എന്ത് പറ്റി, ഏതുകൊണ്ടാണ് നിന്റെ പൊരുത്തത്തിലേക്ക് എത്തേണ്ടതെന്ന് മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റി. അപ്പൊ വഹാബി മൗദൂദിയൊക്കെ എന്ത് ചെയ്തു, അവര് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താൻ ഈ ഖുത്ബ പരിഭാഷപ്പെടുത്തിയാലാ നടക്കാന്ന് ആ സാധുക്കൾ വിചാരിച്ചു.
അതേപോലെ തന്നെ താത്താമാരൊക്കെ വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിക്കുന്നതിന് പകരം വെള്ളിയാഴ്ച ദിവസം പിന്നെ എങ്ങനെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പള്ളിക്ക് ആണ് ഓടിപ്പോയാ അതുകൊണ്ടാ ഞങ്ങൾക്ക് പുണ്യം കിട്ടാന്ന് വിചാരിച്ചിട്ട് ആ താത്താമാരെന്ത് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് പല സാധുക്കളായ പെണ്ണുങ്ങളും അവർ പള്ളിയിലേക്ക് ഓടുന്നു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഖൈറു മസാജിദിൻ നിസായ ഖൈറു ബുയൂത്തിഹിന്ന, പെണ്ണിന്റെ ഏറ്റവും ഉത്തമമായ പള്ളി അത് അവരുടെ ഗ്രഹാന്തര ഭാഗമാണ്, വീടിന്റെ ഉള്ളാണ് എന്നാ റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രവാചകാധ്യാപനങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെന്ത് ചെയ്യുന്നു, പള്ളിയിൽ പോയിട്ട് ആ ഖുത്ബയിലൊന്നും പങ്കെടുത്താൽ ഞങ്ങൾക്ക് ഭയങ്കര പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം പെരുന്നാളിന്റെ അന്ന് ഏതെങ്കിലുമൊക്കെ മാർക്കറ്റിൽ നടക്കുന്ന ഈദ്ഗാഹ് എന്നുള്ള പേരിൽ നടത്തുന്ന ആ ഒരു പേക്കൂത്തിലേക്ക് എന്താക്കുന്നു, അവർ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ ഇറങ്ങി പുറപ്പെട്ടു പോകുന്നു. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തിന്റെ അതിർവരമ്പുകൾ അതിശക്തമായി ലംഘിക്കുന്ന അപകടകരമായിട്ടുള്ള ശൈലിയാണ് അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ അവരത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആക്ഷേപിക്കുന്നതും ഔലിയാക്കളെ ചീത്ത വിളിക്കുന്നതും ഒക്കെ ഞങ്ങൾക്കൊരു വലിയ പുണ്യമായിട്ട് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇതുകൊണ്ടൊക്കെ അള്ളാഹുലേക്ക് അടുക്കാനല്ല, പടച്ചവനിൽ നിന്ന് വല്ലാതെ അകലാനാണ് കാരണമാവുക എന്നത് ഒരു തിരിച്ചറിവ് അവറ്റങ്ങൾക്ക് കിട്ടണില്ല. അതെന്തുകൊണ്ടാണ് കിട്ടാത്ത? ഏത് പ്രവർത്തനം മുഖേനയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, അത് കണ്ടെത്തുന്നിടത്ത് അവർക്ക് പരമാബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും അള്ളാഹിനോട് അരിനാ മനാസിക്കന, പടച്ചോനെ ഞങ്ങളുടെ ആരാധനാ കാര്യങ്ങൾ അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിൽ എന്തുണ്ട്? എന്തൊക്കെ പ്രവർത്തിക്കണം, ഏതു പ്രവർത്തനം നടത്തിയാലാണ്, ഏതു വാക്ക് പറഞ്ഞാലാണ് പടച്ചോനെ നിന്റെ പൊരുത്തത്തിലേക്കും നിന്റെ തൃപ്തിയിലേക്കും ഞങ്ങൾക്ക് എത്താൻ സാധിക്കുക എന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നുകൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധിച്ചാൽ ഹത്താ നഖ്ദിമക ബിഹി കമാ യഖ്ദമുൽ അബ്ദു മൗലാഹു, ഒരു അടിമ അവന്റെ യജമാനന് ഖിദ്മത്ത് എടുക്കുന്നത് പോലെ ആ യജമാനൻ പറയുന്ന സംഗതികളെല്ലാം ജീവിതത്തിൽ പകർത്തി ആ അടിമ മുന്നോട്ട് പോകുന്നത് പോലെ നിനക്ക് ഖിദ്മത്ത് എടുത്ത്, പക്ഷെ ഉടമയായ നിന്റെ ഇഷ്ടവും നിന്റെ താല്പര്യവും അതെന്താണെന്ന് അറിഞ്ഞു ചെയ്താലല്ലേ അതിന് കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്നുകൂടി ഇവിടെ പറയണതിൽ അർത്ഥമുണ്ട്. അപ്പോ വാരിന മനാസിക്കന, ഞങ്ങളുടെ ഹജ്ജിന്റെ നിയമവശങ്ങൾ പഠിപ്പിച്ചു തരണം എന്നൊരു വ്യാഖ്യാനം. ആ നിയമവശങ്ങൾ എന്ന് പറയുന്നതോടെ തന്നെ എന്ത് പ്രവർത്തിക്കണം ഹജ്ജിൽ എന്നതും ഏതു സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടണം എന്നതും അതിൽ വ്യാഖ്യാനമുണ്ട്. മൂന്നാമത്തെ ഒരു കോമൺ ആയിട്ടുള്ള വ്യാഖ്യാനം വാരിന മനാസിക്കന, ഞങ്ങളുടെ എല്ലാ ആരാധനാ കാര്യങ്ങളും അതെങ്ങനെ നിർവഹിക്കണമെന്നും അതേപോലെ തന്നെ എവിടെ വെച്ച് നിർവഹിക്കണമെന്നും ഏതൊക്കെയാണ് ആരാധനാ കാര്യങ്ങളെന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്നും അർത്ഥമുണ്ട്. ഒത്തുബ അലൈന, അടുത്ത പ്രാർത്ഥന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ പടച്ചോനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിന്നിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു, അത് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇതിവിടെ ഒരു ചെറിയ വിശദീകരണം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു നടത്തുകയാണ്. അമ്പിയാക്കളിൽ നിന്ന് തെറ്റു സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം എന്ന് വാദിക്കുന്ന ചില ആളുകൾ ഈ ആയത്ത് തെളിവ് പിടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞെന്തായാലും അന്ന തൗബത്ത മസ്റൂത്തത്തും ബി തഖദ്ദുമി ദംബി, തൗബ ചെയ്യണമെങ്കിൽ ആദ്യം ദോഷം ചെയ്യണ്ടേ, ദോഷം ചെയ്യാതെ തൗബല്ലല്ലോ, തൗബ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ തൗബ സ്വീകരിക്കണേന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മുമ്പ് എന്ത് സംഭവിച്ചിട്ടുണ്ടെന്നാണ്? തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണല്ലോ. അപ്പോ അങ്ങനെ തെറ്റ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ലക്കാന തലബു തൗബത്തി തലബല്ലിൽ മുഹാലി, അതൊരു അസംഭവ്യമായ സംഗതി ആവശ്യപ്പെടലാകുമല്ലോ എന്നാണ് ചില ആളുകൾ ഇവിടെ നിരീക്ഷിച്ചത്. എന്നാൽ മുഅ്തസിലികൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ അവര് ഇന്നാൻ ഉജവ്വിസു സഗീറത അലൽ അംബിയായി, അമ്പിയാക്കളിൽ നിന്ന് ചെറുദോഷങ്ങൾ സംഭവിക്കാം എന്നാണ് അവര് പറയുന്നത്. അപ്പൊ ഫക്കാനത്ത് ഹാദിഹി തൗബത്തു തൗബത്തൻ മിന സഗീറ, ചെറുദോഷങ്ങളിൽ നിന്നുള്ള പശ്ചാത്താപമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പിന്നെ അവരും ന്യായം പറഞ്ഞു. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, അതേപോലെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്, ഒരു നബിയിൽ നിന്നും ചെറുതാവട്ടെ വലുതാവട്ടെ, പ്രവാചകത്വത്തിന്റെ മുമ്പാവട്ടെ ആയതിനു ശേഷമാകട്ടെ, ഒരു ദോഷവും സംഭവിക്കില്ല എന്നാണ് ആ വിഷയത്തിലെ കൃത്യമായ നിരീക്ഷണം. കാരണം എന്താ? ഏതെങ്കിലും നിലക്കുള്ള തിന്മകളും തെറ്റുകളും അവരിൽ നിന്ന് സംഭവിക്കുമെന്ന് വന്നാൽ ആ തെറ്റിന്റെ പേരിലും ആ തിന്മയുടെ പേരിലും അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ആക്ഷേപത്തോടുകൂടെ കാണാനുള്ള സാഹചര്യം ഒരുക്കപ്പെടും.
എന്നാൽ അങ്ങനെ ഈ പ്രവാചകന്മാരെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് അപ്രോച്ചിനുള്ള സാഹചര്യം ഉണ്ടായാൽ ആ പ്രവാചകന്മാർ പറയുന്ന വാക്കുകളും അവർ ക്ഷണിക്കുന്ന ആശയങ്ങളുമൊക്കെ സംശയത്തിന്റെ കണ്ണോടുകൂടെ നോക്കാൻ പലർക്കും അത് കാരണമാകും. വിശേഷിച്ചും ഓരോ പ്രവാചകരും ഇവിടെ പ്രബോധനവുമായിട്ട് കടന്നു വരുമ്പോ ആ പ്രവാചകനെ ഏതൊക്കെ വിധത്തിൽ തകർക്കാൻ സാധിക്കുമെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ശത്രുക്കളുടെ ഒരു കൂട്ടം തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അല്ലെ? നൂഹ് നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ, അതുവരെ ആദം നബി അലൈഹി ഇസ്ലാം ആയാലും ഷീസ് നബി അലൈഹി ഇസ്ലാം ആയാലും അവരുടെ ഒക്കെ കാലഘട്ടത്തിൽ പിന്നെ ജനങ്ങളുടെ അടുത്ത് എന്തുണ്ടായിട്ടില്ല? ഒരു തെറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ധിക്കാരത്തിന്റെയോ ശൈലി ഉണ്ടായിട്ടില്ല. ബിംബാരാധനയുമായി ബന്ധപ്പെട്ട അതിക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് ജനങ്ങൾ എത്തിയതിനു ശേഷം സമുദ്ധാരണ പ്രവർത്തനം നടത്താനും തെറ്റുകൾക്കെതിരെ ജനങ്ങളെ സമുദ്ധരിക്കാനുമായിട്ട് ആദ്യമായിട്ട് വന്ന പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാമാണ്. എന്നാൽ അതിനു മുമ്പുള്ള നബിമാർ, ആ നബിമാര് കൽപ്പിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ അനുസരിക്കാൻ പറ്റുന്ന നല്ല വിശുദ്ധ സ്വഭാവത്തിലുള്ള ആളുകളാ മുമ്പുണ്ടായിരുന്നത്. അതുകൊണ്ട് അതുമുതൽ ഇങ്ങോട്ടുള്ള നബിമാരുടെ ചരിത്രം പരിശോധിച്ചാൽ ആ നബിമാരെ മുഴുവനും എതിർക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർ ആ പ്രവാചകന്മാരെ മുഴുവനും കല്ലെറിയാനുള്ള അവസരങ്ങൾ നോക്കി നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ അവരുടെ എതിരാളികൾ അവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് നെഗറ്റീവ് പറയാനുണ്ടോ എന്ന് നോക്കി കണ്ണിൽ എണ്ണ വെച്ച് കാത്തു നിൽക്കുമ്പോ ഒരു ചെറിയ കുറ്റമാണെങ്കിലും ശരി, ആ കുറ്റം അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അത് പറഞ്ഞ് ആ പ്രവാചകരുടെ വായടപ്പിക്കാനുള്ള ശക്തമായ ശ്രമവുമായി ആര് രംഗത്ത് വരും? അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾ രംഗത്ത് വരും. എന്നാൽ ആ ആളുകൾക്കൊരു വടി കൊടുക്കുന്ന സമീപനം ഒരിക്കലും തന്നെ ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടാകാതെ പാപരഹിതവും പവിത്രധന്യവും പരിശുദ്ധവുമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രവാചകത്വ പ്രഖ്യാപനത്തിന് മുമ്പ് നാട്ടുകാരുടെ കണ്ണിലുണ്ണികളായി മാറുന്ന സംസ്കാരവും സ്വഭാവവും അത് ഉണ്ടാക്കിയെടുത്തിട്ട് നാട്ടുകാർക്കൊക്കെ സുസമ്മതരാണ്, സമാദരണീയരാണ് എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ നിയോഗിച്ചിട്ടുള്ളത്? നബിമാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ചെറുദോഷമാകട്ടെ വൻദോഷമാകട്ടെ ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ നിരീക്ഷണം. എന്നാ പിന്നെ വത്തുബ അലൈന, എന്തിനാണ് പടച്ചോനെ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന് അത് വിനീതമായിട്ട് അവർ പറയണത്? ആ പറയണത് തെറ്റൊന്നും വരാത്ത ആളാണെങ്കിലും തെറ്റ് ചെയ്യാത്തവൻ തൗബ ചെയ്യാൻ പാടില്ല എന്നില്ല. അത് ആ നേരത്തെ പറഞ്ഞ മുഖദ്ദിമ തെറ്റാണെന്ന് അർത്ഥം. തെറ്റ് ചെയ്യാത്ത ആളെങ്ങനെ തൗബ ചെയ്യാന്ന് ചോദിക്കണത് ശരിയല്ല. തെറ്റ് ചെയ്യാത്ത ആളും തന്റെ വിനയം കൊണ്ട്, അതേപോലെ പടച്ചവനെ കുറിച്ചുള്ള തന്റെ ശക്തമായിട്ടുള്ള ഭയം കൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അരുതായ്മകൾ പറ്റിപ്പോയേക്കുമോ എന്ന ആ വല്ലാത്തൊരു ബേജാറ് കൊണ്ട് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ എന്ന വിനീതമായിട്ടുള്ള പ്രസ്താവന നടത്തുന്നതിന്, അങ്ങനെ അള്ളാഹിനോട് ദ്വാരക്കണേന് ഒരു കുഴപ്പമില്ല. അതാണ് ആര് നടത്തിയത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള നബിമാരെ നടത്തിയത്. അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഒരിക്കലും തെറ്റവരും സംഭവിച്ചിട്ടില്ല എന്നതിന് തെളിവെന്താ? ഒന്ന്, യജൂസു അൻ യഅതിയ ബിസൂറത്തി തൗബത്തി തശദ്ദുദൻ ഫിൽ ഇൻസിറാഫി അനിൽ മഅസിയ, ഒരിക്കലും ഒരു ദോഷത്തിലേക്കും ചെന്നുപെടാതെ ആ രംഗത്തെ വളരെ ജാഗ്രതയോടുകൂടെ കാണാനുള്ള ഒരു അവസ്ഥയെ തൗബ എന്ന രൂപത്തിൽ വിശേഷിപ്പിച്ച് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? ലഅന്ന മൻ തസവ്വറ നഫ്സഹു ബിസൂറത്തിൻ നാദിമിൽ ആസിമി അല തഹറുദി ശദീദി, പശ്ചാത്തപിക്കുന്നയാൾ തന്നിൽ നിന്ന് പറ്റിപ്പോകുന്ന തെറ്റിന്റെ പേരിൽ ശക്തമായിട്ട് ഖേദം ഉണ്ടാകണം. അതാണ് തൗബയുടെ ഒരു പ്രധാനപ്പെട്ട നിബന്ധന. അങ്ങനെ ശക്തമായിട്ടുള്ള ഖേദം തെറ്റ് വരുന്നതിന് മുമ്പ് തന്നെ പറ്റിപ്പോകോ എന്ന നിലക്ക് ഒരാളിൽ നിന്നുണ്ടായാൽ അവന് ശരിക്കും തെറ്റുകൾക്കെതിരെ മുൻകരുതലുകൾ എടുക്കാനുള്ള വലിയൊരു മോട്ടിവേഷൻ അതുകൊണ്ടുണ്ടാവും, വലിയൊരു പ്രചോദനം അവൻ അതിന്റെ പേരിൽ ലഭിക്കും. അപ്പൊ അത് ലഭിച്ചാൽ കാനാക്കറബയിലാത്തർക്കിൽ മയാസി, തന്റെ മനസ്സെപ്പോഴും തെറ്റുകൾക്കെതിരെ അതിശക്തമായ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണത്. ഫയകൂനു ദാലിക ലുത്ഫൻ ദാഇയൻ ഇലാ തർക്കിൽ മയാസി, ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വളരെ ഒരു ആഴത്തിലുള്ള ഒരു പ്രചോദനം ലഭിക്കുന്ന സംഗതിയാകും. അപ്പൊ വത്തുബ അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് അവരിൽ നിന്ന് തെറ്റ് വന്നു എന്ന അർത്ഥമില്ല. മറിച്ച് ഒരു തെറ്റും തന്നിൽ നിന്ന് വരാതിരിക്കാനുള്ള ശക്തമായ ജാഗ്രത അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഒരു വ്യാഖ്യാനം അതാണ്, ഒരു മറുപടി അതാണ്. മറ്റൊന്ന്,
അന്നൽ അബ്ദ വൈനി ജിത്തഹദ ഫീ ത്വാഅത്തി റബ്ബിഹി, ഒരടിമ അള്ളാഹുവിന് ആരാധന ചെയ്യുന്നതിൽ അങ്ങേ അറ്റത്തെ അധ്വാനം നടത്തിയാലും ഫഇന്നഹു ലാ യൻഫഖു അനി തഖ്സീരി മിൻ ബഅദിൽ വുജൂഹി, ഏതെങ്കിലും നിലക്കുള്ള പോരായ്മകൾ, കുറവുകൾ ആ വിഷയത്തിൽ വന്നുകൂടായികയില്ലല്ലോ. അത് തെറ്റല്ല, മറിച്ച് ആ ചെയ്ത ഇബാദത്തിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ്, ഒരു പോരായ്മ, ആ പോരായ്മ വന്നുകൂടായികയില്ലല്ലോ. പോരായ്മ വരുന്നത് ഇമ്മാല സബീലി സഹവി, ഒന്നുകിൽ മറന്നിട്ട് പോരായ്മ വരാം, ഔല സബീലി തെർക്കില്ലൗല, അല്ലെങ്കിൽ തെർക്കുല്ല, ഏറ്റവും മെച്ചപ്പെട്ടതിനെ ഒഴിവാക്കി, ഏറ്റവും മെച്ചപ്പെട്ടതിനെ ഒഴിവാക്കുന്നതും അത് അള്ളാഹുവിനോട് അതിനു മാത്രം അടുത്തോലെ സംബന്ധിച്ചിടത്തോളം തെറ്റല്ലെങ്കിലും തെറ്റുപോലെ എന്താക്കും, പരിഗണിക്കപ്പെടും. അതാണ് ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ എന്ന് മുസ്ലിം ലോകത്തൊരു വലിയ തത്വമുണ്ട്. ഒരു സാധാരണ നല്ല നല്ല മനുഷ്യന്മാർക്ക് പുണ്യമായിട്ടുള്ള ചില സംഗതികൾ തന്നെ അള്ളാഹുവിനോട് അതിനു മാത്രം അടുത്ത ആളുകളുടെ ജീവിതത്തിലാവുമ്പോൾ അത് എന്തായിട്ട് തോന്നും, അത് തെറ്റായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. അതെന്താ വെച്ചാൽ നമ്മുടെ സാധാരണഗതിയിൽ പറഞ്ഞൊരു പ്രയോഗമാണ്. നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഭയങ്കര ലോകിയുള്ള ആൾക്കാർ, ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ. അതേ സമയത്ത് അത്രയൊന്നും അടുപ്പം ബന്ധമില്ലാത്ത വേറെ രണ്ടാൾക്കാരും. ഈ നല്ല സ്നേഹവും ബന്ധമുള്ള ആൾക്കാർ ഏത് വിഷയം അവർ തമ്മിൽ സംസാരിച്ചിട്ടല്ലാതെ പോകൂല. അപ്പൊ ഒരു ദിവസം ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട സ്നേഹിതന്മാരെ കൂട്ടത്തുനിന്ന് ഒരാള് ഒരു വഴിയിലൂടെ പോകുമ്പോ മറ്റേ സ്നേഹിതനെ കണ്ടു. അപ്പൊ ഇവൻ അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോവുകയാണ്. എങ്ങോട്ട് പോവുകയാണെങ്കിലും ആരോട് പറഞ്ഞിട്ടേ പോവുള്ളൂ, ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടേ പോവുള്ളൂ. സംഗതി ഒരു ദിവസം തിരക്കിൽ പോയപ്പോ പറയാണ്ട് പോയത് തെറ്റൊന്നുമല്ല, പക്ഷെ ആ പറയാണ്ട് പോയത് മതിയാവും. അവരുടെ ഭയങ്കര സൗഹൃദം ഉണ്ടാവുമ്പോ ആ സൗഹൃദം തകരാൻ ഈ ചെറിയ സംഗതി മതിയാവും. അതേ സമയത്ത് സാധാരണ കാണുന്ന ആൾക്കാർ, അത്ര ലോകിയൊന്നും ഇല്ലാത്ത ആള്, ഓനോടത് പറയാതെ പോയതിന്റെ പേരിൽ അവനൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. അതേസമയത്ത് ഇത്ര അടുപ്പുള്ള ആളോട് പറയാണ്ട് പോയത് കംപ്ലൈന്റായി മാറും, തെറ്റായിട്ടല്ല. എന്ന പോലെ ഏറ്റവും നല്ലതും അത്ര തന്നെ നല്ലതും അല്ലാത്തൊരു സംഗതിന്ന് ഏറ്റവും നല്ലത് ആരൊഴിവാക്കിയാൽ, ഒരു നബി ഒഴിവാക്കിയാൽ, അത് സംഗതി തെറ്റല്ലെങ്കിലും അള്ളാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിന്റെ ഗൗരവം കൊണ്ട് അത് തെറ്റായിട്ട് എന്താക്കും, ഗണിക്കപ്പെടും. അതാ അത് തെർക്കുല്ലൗല, ഏറ്റവും നല്ലതിനെ ഉപേക്ഷിക്കുക എന്നത് സംഭവിച്ചാലും അതൊരു പോരായ്മയായി കണ്ടുകൊണ്ട് പശ്ചാത്തപിക്കുന്ന വിനീതമായ സ്വഭാവന്മാര് സ്വീകരിക്കുന്നു, ആ നബിമാര് സ്വീകരിക്കുന്നു. ആ നിലക്കാണ് വത്തുബാലൈന എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, തെറ്റല്ലാത്ത നിലക്കാണെങ്കിലും ഏതെങ്കിലും മറവി സംഭവിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റൂട്ട് ഒഴിവാക്കി എന്നതിന്റെ പേരിലോ എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണമെന്ന അർത്ഥത്തിലാകാം വത്തുബ അലൈന എന്ന പ്രാർത്ഥന നടത്തുന്നത്. മറ്റൊരു സംഗതി അന്നഹു തആല, അല്ലാഹു തആല ലമ്മ അലമ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല അറിയിച്ചുവല്ലോ എന്ത്, അന്ന ഫീ ദുർരിയത്തിഹി മൻ യകൂനു ളാലിമൻ നാസിയ, നിങ്ങളുടെ സന്താന പരമ്പരകളിൽ അക്രമികളും ദോഷികളുമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ആ ആളുകൾക്ക് എന്ത് കിട്ടൂല, എന്റെ ഇമാമത്ത് അഹദ് കിട്ടൂല എന്ന് നേരത്തെ പറഞ്ഞ ആ സംഭവം അത് ഓർക്കണം ഇവിടെ. അപ്പൊ അത് ഓർക്കുമ്പോ നമുക്കറിയാലോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തന്റെ സന്താന പരമ്പരകളിൽ ആരുണ്ടാകും, അക്രമികളായ ആളുകൾ ഉണ്ടാവുന്ന് ആരറിയിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ലാ ജറമ സഅല ഹാഹുന അൻയജഅല ബഅദ ദുർരിയത്തിഹി ഉമ്മത്ത മുസ്ലിമ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ സന്താന പരമ്പരകളിൽ ദോഷികളും കോച്ചരായികളും ഉണ്ടാകും എന്ന് അള്ളാഹ് അറിയിച്ചപ്പോഴാണ് എന്നാ അങ്ങനത്തെ ഒന്നും അല്ലാത്ത നല്ലൊരു എന്താക്കണം എന്റെ ഉമ്മത്തിൽ ഉണ്ടാകണം എന്ന് ദ്വാരുന്നത്. എന്നിട്ട് സുമ്മ തലബ മിൻഹു, അള്ളാഹുവിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആവശ്യപ്പെടുകയാണ് ദോഷികളായിട്ടുള്ള തെറ്റുകാരായിട്ടുള്ള ആളുകൾക്ക് നീ ഭാഗ്യം നൽകണം പടച്ചോനെ, ലിത്തൗബത്തി പശ്ചാത്താപത്തിന് ഭാഗ്യം നൽകണമേ. കണ്ടോ, വത്തുബ് അലൈന, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് വരുന്ന ആളുകളുടെ തെറ്റുകളും ദോഷങ്ങളും പടച്ചോനെ ഈ പുറത്തു കൊടുക്കണേ എന്നാണ്. അപ്പോ അവർക്ക് വേണ്ടിയുള്ള, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം അത് തൻ്റെതായിട്ട് തന്നെ ചോദിക്കുന്ന ഒരു പിതാവ് മകനോട് കാണിക്കുന്ന, ഒരു ഉപ്പ കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യത്തിന്റെ ഉയർന്ന അളവിലുള്ള ഒരു ശൈലിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടെ പ്രകടിപ്പിച്ചത് എന്നാണ്. അപ്പൊ വത്തുബ അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ ഐ അലൽ മുദ്നിബീന മിൻ ദുർരിയത്തിന, ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് ദോഷം ചെയ്തവരുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമെന്നാണ്. അതെങ്ങനെ പറയാ, വല്ല അബുൽ മുഷ്ഫിഖു അലാ വലദിഹി,
മകനോട് നല്ല ഇഷ്ടമുള്ള ഒരു ഉപ്പ, ആ ഉപ്പ ഇതാ അദ്നബ വലതുഹു, ആ ഉപ്പാന്റെ കുട്ടി മകൻ തെറ്റ് ചെയ്താൽ ഫയത്തദറൽ വാലിദു അൻഹു, എന്നിട്ട് ഉപ്പൻ എന്താക്കും, അതിനു വേണ്ടി മകൻ ചെയ്ത തെറ്റിന് ഒഴിവ് കഴിവ് പറയും. അതായത് ഫഖദ് യഖൂലു, ആ ഉപ്പ അല്ലാഹുവിനോട് പറഞ്ഞെന്നിരിക്കും, അജ്റം തുവാ സൈതു അസ്നബ്തു ഫഖബൽ ഉസ്രി, പടച്ചോനെ ഞാൻ അക്രമം ചെയ്തു, തെറ്റു ചെയ്തു, ദോഷം ചെയ്തു പോയി, ഫഖബൽ ഉസ്രി, എന്റെ ഈ ഒഴിവ് കഴിവ് നീ ഏറ്റെടുക്കണമേ, സ്വീകരിക്കണമേ. എന്നാ ഉപ്പ ദ്വാർക്കും യകൂനു മുറാദുഹു, ആ ഉപ്പാന്റെ ഉദ്ദേശം എന്തായിരിക്കും, ഇന്ന വലദി അദ്നബാ ഫഖബൽ ഉസ്റഹു, പടച്ചോനെ എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവന്റെ ഒഴിവ് കഴിവ് നീ ഏറ്റെടുക്കണം, സ്വീകരിക്കണം എന്നാണ്. കാരണം എന്താ, അന്ന വലദൽ ഇൻസാനി യജ്രി മജ്റാ നഫ്സിഹി, ഒരാളുടെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ സ്ഥാനത്തന്നെയായിട്ട് ആ കുട്ടിയെ കാണുകയും ആ കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് കുട്ടിയിൽ നിന്ന് വരുന്ന അബദ്ധങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി താൻ തന്നെ ചെയ്തതുപോലെ ആക്കുന്ന ഒരു പതിവ് പിതാക്കൾക്കുണ്ടാകും. സ്നേഹത്തിന്റെ ഉയർന്ന അളവിലുണ്ടാവുമ്പോ എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും മക്കൾക്ക് വേണ്ടി അതാണ് ചെയ്തത്. അത് അങ്ങനെ നമ്മൾ വെറുതെ പറയണല്ല. മക്കളോടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഇഷ്ടം, മക്കളോടുള്ള സ്നേഹം, സന്താന പരമ്പരകളോടുള്ള വല്ലാത്ത മനസ്സിന്റെ അറ്റാച്ച്മെന്റ്, അത് എത്രമാത്രം ഡീപ്പായിട്ടുള്ളതാണ്, എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഒന്ന്, മാ ഹഖല്ലാഹു തആല ഫീ സൂറത്തി ഇബ്രാഹിം, ഇബ്രാഹിം എന്ന സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നുണ്ടല്ലോ. എന്ത്, വജുനുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അളൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അള്ളാഹുവിനോട് മനസ്സ് പൊട്ടി ദ്വാർക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ത്, വജുനുബിനി വ ബനിയ, പടച്ചോനെ എന്നെയും എന്റെ സന്താന പരമ്പരകളെയും നീ ഒഴിവാക്കി തരണം, മന്നഅബുദൽ അസ്നാം, ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റി തരണം. ഞാനോ എന്റെ മക്കളോ കുടുംബ പരമ്പരയോ ബിംബങ്ങൾ ആരാധിക്കുന്നവരാക്കരുത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാണ്, റബ്ബി ഇന്നഹുന്ന, പടച്ചോനെ ഈ ബിംബങ്ങൾ അദ്ലൽന കസീറൻ മിനൻ നാസ്, ഒരുപാട് ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, എന്നെ അനുസരിക്കുന്ന, എന്നെ പിന്തുടരുന്നവർ എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതേസമയത്ത് എന്നോട് ധിക്കാരം കാണിച്ചവർക്കും പുറത്തു കൊടുക്കാൻ നിനക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ, ബിംബാരാധനയിൽ അകപ്പെടുന്ന മനുഷ്യന്മാരുടെ മനസ്സു മാറ്റി അവർക്ക് ഹിദായത്തിന്റെയും തൗഹീദിന്റെയും വഴിയിലേക്ക് വരാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയാണ് ഇവിടെ തെളിയുന്നത്. തെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയ ആൾക്കാര് ഒരു കാലത്തും ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന പ്രാക്കിന്റെ ശൈലിയല്ല ആര് നടത്തുന്നത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തുന്നത്. മറിച്ച് തെറ്റ് ചെയ്ത് എന്നിൽ നിന്ന്, എന്റെ വൃത്തത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾക്ക് കൂടി പടച്ചവനെ മനസ്സ് നന്നാക്കി കൊടുത്ത് നന്മയിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യം കൊടുക്കണമെന്ന് മക്കളോടുള്ള ഇഷ്ടവും താല്പര്യവും പ്രകടിപ്പിച്ച് പ്രാർത്ഥന നടത്തിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എങ്കിൽ ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്ക് എന്തും കാണാവുന്നതാണ്. വതുബ് അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന് അബദ്ധം ചെയ്തു പോകുന്നവർക്ക് പടച്ചോനെ അതിൽ നിന്ന് മാറി നല്ല റൂട്ടിലേക്ക് കടന്നു വരാനുള്ള മനസ്സ് കൊടുത്ത് അവർ ചെയ്യുന്ന പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അല്ലാതെ ഒരിക്കലും തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമോ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന് രേഖയായി വതുബ് അലൈന എന്ന ഈ പ്രാർത്ഥനാ ഭാഗം കാണാൻ നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഉദ്ധരണി കാണുമ്പോ ആ ഉദ്ധരണി കണ്ടിട്ട് നബിമാരൊക്കെ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ് രംഗത്ത് വരാൻ ആരും മെനക്കെടേണ്ടതില്ല എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായിട്ടുള്ള വിശ്വാസം അത് വളരെ വ്യക്തവും അതേപോലെ തന്നെ വളരെ ദൃഢവുമാണ് എന്നുകൂടി ഈ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൗബയുടെ വിഷയം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തൗബയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരു പരാമർശം യഹ്യയിലൊക്കെ വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടാവുന്നതാണ് എന്റെ ഓർമ്മ. എന്താ, അന്ന തൗബത്ത അലാമാ ലഖസഹു ശൈഖു അൽ ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സാംശീകരിച്ചു പറഞ്ഞ തൗബയുടെ ആശയം അത് ഇബാറത്തുൻ അൻ മജ്മൂഇ ഉമൂരിൻ സലാസത്തിൻ മുറത്തബ, ക്രമാനുഗതമായ 3 കാര്യങ്ങളുടെ സംഗമത്തിന്റെ പേരാണ് തൗബ എന്ന് പറയുന്നത്.
ഒന്നിനു ശേഷം ഒന്ന് എന്ന രൂപത്തിൽ ക്രമമായി നടക്കേണ്ട 3 പ്രോസസ്സിന്റെ ആകത്തുകയാണ് തൗബ എന്ന് പറയുന്നത്. ഏതാണ് ആ 3 കാര്യം? ഇൽമുൻ വ ഹാലുൻ വ അമലുൻ. അറിവും അവസ്ഥയും പ്രവർത്തനവും. ഇത് 3ഉം ചേർന്നതാണ് തൗബ. ഫൽ ഇൽമു അവ്വലുൻ. അപ്പൊ അറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വൽ ഹാലു അവസ്ഥ സാനി രണ്ടാമത് വരുന്നതാണ്. വഹുവ മൂജിബുൽ ഇൽമി. അത് ഈ അറിവുണ്ടാവുമ്പോ അതിനെ തുടർന്ന് വരുന്നതാണ് ഈ ഹാല് എന്ന് പറയുന്നത്. വൽ അമലു സാലിസുൻ. പ്രവർത്തനം 3ാമതാണ്. വഹു മൂജിബുൽ ഹാലി. അത് ഈ അവസ്ഥയെ തുടർന്ന് വരുന്നതാണ്. അമൽ ഇൽമു. അപ്പൊ തൗബ ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട 3 സംഗതികൾ ഉണ്ടാകണം. അത് ക്രമാനുഗതമായി കടന്നു വരികയും വേണം. അപ്പോഴേ തൗബയിലേക്ക് മനുഷ്യൻ എത്തുള്ളൂ. അതിന് ആദ്യം വേണ്ടത് എന്താ? ഇൽമാണ്, ഒരറിവാ വേണ്ടത്. എന്താ അറിവ് ഇവിടെ? ഫഹുവ മഅരിഫത്തു ഇളമി ദറരി ദുനൂബി. ദോഷങ്ങളുടെ ഉപദ്രവത്തിന്റെ ഗൗരവം അത് അറിയലാണ് ആദ്യം വേണ്ടത്. തെറ്റുകൾ, കുറ്റങ്ങൾ, ആ കുറ്റങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അത് ചെയ്താലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച്, അതിന്റെ വരുംവരായികളെ കുറിച്ചുള്ള ഗൗരവതരമായ ഒരു ചിന്തയും സ്വഭാവവുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. അല്ലേ? മഹാന്മാരായ സാലിഹ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് മോമിനിയങ്ങളായിട്ടുള്ള സൂഫിയാക്കളായ മഹാന്മാരൊക്കെ, ആധ്യാത്മിക രംഗത്ത് വലിയ പവറുള്ള മഹാന്മാർ, അവരിൽ നിന്ന് വല്ല അബദ്ധങ്ങളും പറ്റിപ്പോയാൽ അവരുടെ മനസ്സിന്റെ ഭയം ഏതുപോലെ ഉണ്ടാകുമായിരുന്നു? വീഴാറായ ഒരു മതിലിന്റെ ചുവട്ടിലിരിക്കുന്ന മനുഷ്യന്റെ അതേ പ്രതീതി ഉണ്ടാകുമായിരുന്നു. അല്ലേ? നമ്മൾ വീഴാറായ ഒരു മതിലിന്റെ ചുവട്ടിലാണ്. ആ മതിൽ ഏത് സമയത്തും തകർന്നു വീഴാം. അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ അതിന്റെ മുന്നിൽ കുടുങ്ങിപ്പോയ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വ്യഥ, അവന്റെ മനസ്സിന്റെ വല്ലാത്ത വേദന, അത് നമുക്കൊക്കെ ഊഹിച്ചാൽ കിട്ടുമല്ലോ. ഇന്നലെ ബോട്ട് ദുരന്തം ഉണ്ടായി. ആ ദുരന്തത്തിൽപ്പെട്ട സമയത്ത് ഞാൻ പെട്ടുപോയ അപകടത്തെ കുറിച്ച് ആലോചിച്ച ആ സമയത്ത് മനുഷ്യന്മാര്, അതിന് രക്ഷപ്പെട്ട ആളുകൾ പങ്കുവെച്ച വല്ലാത്തൊരു ദൈന്യമായിട്ടുള്ള ഒരു ശൈലി, ഒരു സ്വഭാവം, അതൊക്കെ അല്ലേ? അതന്നെ എവിടെയും കാണേണ്ടത്. അപ്പോ ഒരു ശരിയായ വിശ്വാസി അവന്റെ സ്വഭാവത്തിൽ എന്ത് വേണം? അവനിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റിന്റെ, അപകടത്തിന്റെ ഗൗരവം അവൻ കാണണം. അത് അവൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. ആ അറിവ് അവനുണ്ടായാൽ യതവല്ലദു മിൻ ഹാദിഹിൽ മഅരിഫത്തി. അത് മനസ്സിലായല്ലോ. ഒരാളൊക്കെ ഒന്ന് തെറ്റ് സംഭവിച്ചു പോയാൽ അതിന്റെ അപകടം വലുതാണ്. അള്ളാഹു എങ്ങാനും ഇത് മാപ്പാക്കിയില്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഞാൻ അനുഭവിക്കാൻ പോകേണ്ട ശിക്ഷകൾ, ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന തിന്മകൾ എത്രമാത്രം ഗുരുതരാണെന്ന് ആലോചിക്കാൻ കഴിയുമല്ലോ. ആ ഒരു അറിവിൽ നിന്ന് യതവല്ലദു മിൻ ഹാദിഹിൽ മഅരിഫ, ആ അറിവിൽ നിന്ന് ഉണ്ടായിത്തീരും തഅല്ലുമുൽ ഖൽബി, മനസ്സിനൊരു വിങ്ങൽ, ഒരു വേദന. ബിസബബി ഫൗത്തിൽ മൻഫഅതി വ ഹുസൂലിൽ മളറ. ഉപകാരം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലും അതേപോലെ ഉപദ്രവം ഉണ്ടായതിന്റെ പേരിലുള്ള ഒരു മനസ്സിന്റെ വിങ്ങൽ ഉണ്ടാകും. ഉപകാരം എന്തെയും നഷ്ടപ്പെട്ടു പോയത്? തെറ്റ് ചെയ്യാത്ത മനുഷ്യനോട് പടച്ച റബ്ബിന് നല്ല ഇഷ്ടം ഉണ്ടാവും. അതേസമയത്ത് ഒരാൾ കുറ്റം ചെയ്യുമ്പോ ആ കുറ്റം ചെയ്യണവനോട് റബ്ബിന് എന്ത് വരും? ഒരു വെറുപ്പ് വരും. അല്ലെ? തെറ്റ് ചെയ്യണവനോട് അള്ളാഹുവിന് വെറുപ്പ് വരും. തെറ്റ് ചെയ്യണ വരെ അള്ളാഹുവിനോട് നല്ല ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം നഷ്ടപ്പെട്ടു എന്നുള്ളത് വല്ലാത്തൊരു ബേജാറന്നല്ലേ ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം. ഇഷ്ടം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അതോടൊപ്പം എന്തും കൂടെ വന്നു, അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദേഷ്യം എന്ന അപകടം അത് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇഷ്ടം ഇല്ലാതായി പോയ വിഷമവും ദേഷ്യം അള്ളാഹു തന്നോട് റബ്ബിനുണ്ടായി എന്ന ബുദ്ധിമുട്ടും, ഇത് രണ്ടും കൂടെ ഉണ്ടാകുമ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു വിങ്ങലും ഒരു വേദനയും, ആ വേദനക്കാണ് എന്തെന്ന് പറയണത്? വഹാദത്ത് അല്ലുമു ഹുവൽ മുസമ്മ ബിൻ നദമി. പശ്ചാത്താപത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഖേദം എന്ന് പറയുന്നത് ഇതാണ്. പടച്ചോനെ, പറ്റിപ്പോയല്ലോ, ചെയ്തു പോയല്ലോ, നിന്റെ ഇഷ്ടത്തിന്ന് ഞാൻ ദൂരത്തായല്ലോ, നിന്റെ ദേഷ്യത്തിന് ഞാൻ പാത്രീഭൂതനായല്ലോ, എന്തൊരു വലിയ അക്രമമാണ് ഞാൻ ചെയ്തു പോയത് എന്ന മനസ്സിന്റെ വേദനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വേദനയിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന, ആ വേദന അവനിൽ നിന്നുണ്ടാകുന്ന ഒരു സംഗതി വരുമ്പോ അവന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകൃതം, അതിനാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ഹാല് എന്ന് പറയണത്. ആ ഹാല് എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ വന്നാൽ ആ ഹാലിന് എന്തുണ്ടാകും? അതിന് നിലവിലുള്ള സാഹചര്യത്തോടും അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്തോടും വരാനിരിക്കുന്ന കാലത്തോടും ബന്ധമുണ്ടാകും. അമ്മ തഅല്ലുഖുഹു ബിൽ ഹാലി,
ഈ നിലവിലുള്ള പ്രസന്റിനോട് അതിനുള്ള ബന്ധം എന്താ? ഫഹുവ തർക്കുലി ദംബി അല്ലദീ കാന മുലാബിസൻ ലഹു, അവൻ ചെയ്തുകൊണ്ടിരുന്ന ദോഷം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ അബദ്ധത്തിന്റെ ഈ അവസ്ഥയുടെ പേരിൽ അവനിൽ നിന്നുണ്ടാകേണ്ട ഒരു സംഗതി എന്തുണ്ടാകണം? ഈ പറ്റിപ്പോയല്ലോ എന്നുള്ള ദുഃഖവും വിഷമമൊക്കെ വരുമ്പോ, ഈ വേദനയും വിങ്ങലും ഒക്കെ മനസ്സിലുണ്ടാകുമ്പോ അവനിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു സംഗതി എന്താ? നിലവിൽ അവൻ എന്താക്കണം? ചെയ്തു പോയ ആ തെറ്റിൽ നിന്ന്, ഇതാണല്ലോ ഇപ്പൊ ഞാൻ വേദനിക്കാൻ കാരണം, ആ തെറ്റിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കണം. വമ്മാ ബിൽ ഇസ്തിഖ്ബാലി, ഭാവിയുമായിട്ട് അതിനുള്ള ബന്ധം എന്താ? അത് ഫബിൽ അസ്മി അലാ തർക്കി ദാലികൽ ഫീലിൽ മുഫവ്വിതിൽ മഹബൂബി ഇലാ ആഖിരിൽ ഉംരി, എന്റെ ഏറ്റവും ഇഷ്ടഭാജനമാകേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തത്തിൽ നിന്ന് എന്നെ അകറ്റി മാറ്റിയതിന്റെ കാരണമാകുന്ന ഈ തിന്മകൾ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ ഇനി ഒരിക്കലും കൊണ്ടുവരില്ല എന്ന പ്രതിജ്ഞ, ഭാവിയിൽ ഞാൻ ദോഷം ചെയ്യില്ല എന്ന തീരുമാനം, ആ തീരുമാനത്തിലേക്ക് മനുഷ്യനെത്തലാണ്. വഅമ്മാ ഫിൽ മാളി, കഴിഞ്ഞ കാലവുമായിട്ട് എന്താ അതിന് ബന്ധം? ഫബിതലാ ഫീമാ ഫാത ബിൽ ജബരി വൽ ഖളാഇ ഇൻ കാന ഖാബിലൻ ലിൽ ജബരി, പരിഹാരം സ്വീകരിക്കുന്ന സംഗതികളാണെങ്കിൽ കഴിഞ്ഞ കാലത്ത് പറ്റിപ്പോയ ആ തെറ്റുകൾ മാപ്പാക്കാൻ ആവശ്യമായ, അതിന്റെ കുറവ് പരിഹരിക്കാൻ ആവശ്യമായ സംഗതികൾ ചെയ്യലാണ്. ഒരാളൊക്കെ അത് കടം വാങ്ങിയത് കൊടുക്കാത്തതാ മുമ്പ് നമ്മൾ ചെയ്തു പോയ തെറ്റിച്ചെങ്കിൽ ആ കടം വാങ്ങിയത് കൊടുക്കുക എന്നുള്ളത് പരിഹരിക്കാൻ പറ്റുന്നതും നേരത്തെ സംഭവിച്ചു പോയിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണ്. നിസ്കാരം കളായി പോയതിന് തൗബ ചെയ്യുകയാണെങ്കിൽ ആ നിസ്കാരം കളായത് കളാവ് വീട്ടുക എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് കഴിഞ്ഞ കാലത്ത് ഉള്ളതിനോട് അതിനെന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പൊ ഫൽ ഇൽമുഹു വൽ അവ്വലു, ഇവിടെ തെറ്റിന്റെ ഗൗരവം അറിയാന്നുള്ളത് ആദ്യം ഉണ്ടാകണം. വഹുവ മുത്തലിഉ ഹാദിഹിൽ ഖൈറാത്തി വഹുവ മത്ലഉ ഹാദിഹിൽ ഖൈറാത്തി, ആ അറിവുണ്ടാകുന്നിടത്തുനിന്നാണ് പിന്നീട് ഈ നന്മകളിലേക്കൊക്കെ കടന്നു വരാനുള്ള ഒരു അവസ്ഥ ലഭിക്കുക. എന്നിട്ടോ ആ ഐനി ബിഹാദൽ ഇൽമി, ഈ അറിവ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് അൽ ഈമാനു വൽ യഖീൻ, ശരിക്കുള്ള വിശ്വാസവും ഉറപ്പുമാണ്. പടച്ചവനെ കുറിച്ചുള്ള നല്ല വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിൽ വേജാറ് വരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മൂമിനായ മനുഷ്യന് തെറ്റ് ചെയ്യുന്നത് അതേതുപോലെയാണ്? അത് ഒരു വീഴാറായ മതിലിന്റെ ചോട്ടിൽ ഇരിക്കുന്ന പോലെ ബേജാറുണ്ടാക്കും. അതേസമയത്ത് മുനാഫിക്കിനും അല്ലാത്ത ആളുകൾക്കൊക്കെ ആണെങ്കിലോ അവര് തെറ്റ് ചെയ്താൽ മഹാന്മാര് പറയുന്നത് തന്റെ മൂക്കത്ത് വന്നിരുന്ന ഈച്ചയെ പോലെ എന്നാണ്. മൂക്കത്തൊരു ഈച്ച വന്നിരുന്നാൽ കൈകൊണ്ട് അതിനാണ്ട് ആട്ടും, അതോടുകൂടെ അത് തീർന്നു. അല്ലാതെ ഈച്ച വന്നിരുന്നതിന്റെ പേരിൽ നമുക്ക് വേറെ ബേജാറൊന്നുമില്ല, അല്ലേ? ആ നിലക്ക് അത്രയും നിസ്സാരമായിട്ട് എന്ത് ചെയ്യും? ദോഷങ്ങളെ തള്ളും. ആ ദോഷങ്ങളെ നിസ്സാരമായി തള്ളാതിരിക്കണമെങ്കിൽ, മനസ്സിൽ ചെയ്തു പോയതിന്റെ പേരിൽ ഒരു നീറ്റൽ വരണമെങ്കിൽ എന്ത് വേണം? അവൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ആ ഗൗരവം മനസ്സിലാക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന സംഗതിയാണ് എന്ത്? അവന്റെ സത്യവിശ്വാസവും ഞാൻ ചെയ്യണതിനെല്ലാം ഞാൻ പടച്ചവന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ഉറപ്പും. ഫഇന്നൽ ഈമാന ഇബാറത്തുൻ അനി തസ്ദീഖി, ഈമാൻ എന്ന് പറയുന്നത് അവൻ സത്യമാണെന്ന് സമ്മതിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ്. ദോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ ആധ്യാത്മികമായി നശിപ്പിക്കുന്ന വിഷമാണ്. ദോഷങ്ങൾ മനുഷ്യനെ ആത്മീയമായി നശിപ്പിക്കുന്ന വിഷമാണ് എന്ന ആ യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കുന്നതിന്റെ പ്രകടനമാണ് ഈമാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ വൽയഖീനു ഇബാറത്തുൻ അൻ തഅഖുദി ഹാദ തസ്ദീഖി വൻദിഫാഇ ശക്കി അൻഹു വസ്തിലാഹി അനിൽ ഖൽബി, അതോടൊപ്പം തന്നെ ആ ഒരു സംഗതി ബോധ്യപ്പെട്ട ആ വിശ്വാസത്തിന്റെ പേരിൽ വന്ന ആ സംഗതി അതങ്ങനെ തന്നെ ഉറപ്പിക്കലാണ് യഖീൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഈ നല്ല ഒരു ചിന്താഗതി, അഥവാ പടച്ചോനെ എന്റെയൊക്കെ തെറ്റുപറ്റിപ്പോയല്ലോ, അതിനെ ആത്മീയമായി നശിപ്പിക്കുന്നതാണല്ലോ, ആ നാശത്തിൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടില്ലല്ലോ, അതിൽ നിന്ന് ഞാൻ പതുക്കെങ്കിലും മോചിതനാകേണ്ടതുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് മാറി വരേണ്ടതുണ്ടല്ലോ എന്ന മഹത്തായ ചിന്തയിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുവരാൻ അതാ ആ ഒരു യഖീനിന് സാധിക്കുന്നു. സുമ്മ ഇന്ന ഹാദൽ യഖീന മഹ്മസ്തൗലാ അലൽ ഖൽബി, പിന്നെ ഈ ഒരു ഉറപ്പ്, അഥവാ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ അള്ളാഹു ആകുന്ന എന്റെ മെഹബൂബിൽ നിന്ന് ഞാൻ അകന്നു പോകുമെന്നും അവന്റെ റഹ്മത്തിന് പകരം അവന്റെ അദാബ് കൊണ്ട് ഞാൻ പൊതിയപ്പെടുമെന്നുമുള്ള ആ മഹത്തായ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങ് സ്ഥാനം പിടിച്ചാൽ ഇഷ്ടാലനാറുന്നതമീ,
അവന്റെ മനസ്സിൽ അത് ആ ഖേദത്തിന്റെ തീ കത്തിച്ച് ജ്വലിച്ചുകൊണ്ടിരിക്കും. ഫയതഅല്ലമു ബിഹിൽ ഖൽബു, അതോടുകൂടെ അവന്റെ മനസ്സിന് തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ വേദനയുണ്ടാകും. ഹൈസു യുബ്സിറു ബി ഇശ്റാഖി നൂരിൽ ഈമാൻ, ഈമാനിന്റെ പ്രഭ മുഖേന അതിങ്ങനെ മനസ്സിലിങ്ങനെ അതിന്റെ ഭാവമാറ്റങ്ങൾ അവൻ മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം അവൻ ചിന്തിക്കുന്നത് എന്താ? ഈമാനിന്റെ പ്രഭ കൊണ്ട് അവന് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്താ? അന്നഹു സാറ മഹജൂബൻ അൻ മെഹബൂബിഹി, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേമഭാജനമായി താൻ കാണേണ്ട റബ്ബിൽ നിന്ന് ഞാനതാ മറക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പൊരുത്തമെന്ന മഹത്തായ സൗഭാഗ്യത്തിന് പകരം പടച്ചോന്റെ ശിക്ഷ എന്ന അല്ലെങ്കിൽ അവന്റെ ദേഷ്യം എന്ന വല്ലാത്തൊരു അപകടത്തിലേക്ക് ഞാൻ ചെന്നുപെടുകയാണ് എന്നൊരു ചിന്ത അതാ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, റബ്ബേ, ഞാൻ നിന്റെ ദേഷ്യത്തിന് പാത്രീഭൂതനായി നശിക്കേണ്ടവനല്ല, മറിച്ച് നിന്റെ ഹുബ്ബിനും നിന്റെ ഇഷ്ടത്തിനും പാത്രീഭൂതനായി വിജയശ്രീലാളിതനായി മുന്നോട്ട് പോകേണ്ടവനാണ് എന്നൊരു മാനസികമായിട്ടുള്ള അവസ്ഥ അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ കടന്നു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറ്റിപ്പോയ തെറ്റ് മാപ്പാക്കാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടുകയും ഇനി അത്തരത്തിലുള്ള ഒരു തിന്മയിലേക്ക് പോകില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ് തൗബ എന്ന് പറയുന്നത്. അപ്പൊ ഇൽമും ഹാലും അമലും ഈ മൂന്നെണ്ണം കൂടിയതാണ് തൗബ. തെറ്റിന്റെ അപകടം മനസ്സിലാക്കലാണ് ഇൽമ്. ആ മനസ്സിലാക്കുന്ന അപകടത്തിന്റെ പേരിൽ അങ്ങനെ തെറ്റ്, ഈ അപകടം പിടിച്ച സാധനം ചെയ്തു പോയല്ലോ എന്ന അതിന്റെ പേരിൽ മനസ്സിൽ വരുന്ന വിങ്ങലാണ് ഈ ഖേദം. ആ ഖേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ കഴിഞ്ഞ കാലത്ത് പറ്റിപ്പോയത് പരിഹരിക്കാൻ ആവശ്യമായ റൂട്ട് സ്വീകരിച്ചോളാം, നിലവിൽ ഞാൻ ആ കുറ്റത്തുനിന്ന് മാറിക്കോളാം, ഭാവിയിൽ ഞാൻ ആ തെറ്റിലേക്ക് പോകാതിരുന്നോളാം എന്ന തീരുമാനമെടുക്കുന്നതാണ് ആ ഹാലിന്റെ ഗുണം. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, പടച്ചവനെ, എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറ്റിപ്പോയി, അത് നീ എനിക്ക് മാപ്പാക്കണമെന്ന് മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയുന്നതാണ് ഈ അമല് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ഉത്തുലൂബ് മതാബൻ ബിന്നദാമതി മുഖലിഅ വബിഅസ്മി തർക്കി الذنب فيما استقبلا وبراءة من كل حق الآدمي فلهذه الأركان فرع وكملا. മഖ്ദൂം തങ്ങള് വളരെ വ്യക്തമായി വിശദീകരിച്ചത് അതാണ്. ഈ പറഞ്ഞ സംഗതികൾ ഈ മൂന്നെണ്ണത്തിന്റെ പ്രയോഗവൽക്കരണമാണ്. ഉത്തുലുബ് മത്താബം ഭിന്നതാമ, ഖേദത്തോടുകൂടെ, പറ്റിപ്പോയല്ലോ എന്ന ഖേദത്തോടുകൂടെ നീ പശ്ചാത്തപിക്കണം. വബി അസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല, മുഖലിയാൻ നിലവിൽ കുറ്റത്തുനിന്ന് മാറി നിന്നുകൊണ്ട് വബി അസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല, ഭാവിയിൽ തെറ്റിലേക്ക് പോകൂല എന്ന് തീരുമാനിച്ചുകൊണ്ടും അതോടൊപ്പം ബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി, മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞും കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും തീർക്കുകയും വേണം. ഇത് ചെയ്തിട്ട് പശ്ചാത്തപിക്കണം. ഏതായാലും വത്തുബ അലൈന, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ദുആ ചെയ്തത് അവര് തെറ്റ് ചെയ്തത് കൊണ്ടല്ല ആണെന്ന് ചിലർ മനസ്സിലാക്കുന്നത് പരമാബദ്ധമാണ്. പിന്നെ അവർ ചെയ്തത് എന്താ? തന്റെ അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിന്റെ ആഴത്തിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ കുറവറ്റ വന്നു പോയേക്കുമോ എന്ന ആ ബേജാറ് കൊണ്ടും വിനീതമായിട്ടുള്ള ശൈലി കൊണ്ടും ആണൊന്നുകിൽ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന വത്തുബ അലൈന എന്ന പശ്ചാത്താപത്തിന്റെ ശൈലി തന്റെ സമുദായത്തിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകളുടെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയുള്ള തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫലപ്രദമായ ഇടപെടലും ഒരു റെക്കമെൻഡുമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്നിട്ട് പറയാണ് വത്തുബ അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, കാരണം നീ തന്നെയാണ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനും. അതുകൊണ്ട് തെറ്റ് ചെയ്തു പോയ മനുഷ്യന്മാർക്ക് ദോഷം പുറത്തു കൊടുക്കാൻ പടച്ചോനെ നിനക്ക് കഴിയുമല്ലോ, നീ അങ്ങനെ പുറത്തു കൊടുക്കുന്നവനാണല്ലോ. അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതാണ് അല്ലേ? തെറ്റുകൾ പറ്റിപ്പോയ മനുഷ്യന്മാര് ഞാൻ ഇനി എന്തായാലും നരകത്തിലേക്ക് തന്നെ എന്നുള്ള തീരുമാനം മാറ്റണം ആദ്യം. എന്നിട്ട് സംഗതി പറ്റിയ തെറ്റന്നെയാണ്, പക്ഷെ ആ തെറ്റിന്റെ പേരിൽ ഞാൻ ഇനി നരകത്തിലേക്ക് പോകാൻ തീരുമാനിക്കല്ല. വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹമാണ്. ഞാൻ അതിന്ന് ആ തെറ്റിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് നന്മയിലേക്ക് കടന്നു വരികയും പറ്റിയ തെറ്റ് എന്റെ റബ്ബിനോട് ഏറ്റുപറയുകയും ചെയ്യാണ്. എന്റെ റബ്ബ് ആരാ? അവൻ റഊഫാണ്, വല്ലാത്ത അനുകമ്പയും അതേപോലെ തന്നെ റഹ്മത്തും അവന്റെ അടിമകളോട് കാണിക്കുന്നവനാണ്. എങ്ങനെയെങ്കിലും ഒരു കുറ്റത്തിന്റെ പേരിൽ അടിമയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുടില മനസ്സല്ല എന്റെ റബ്ബിനുള്ളത്. മറിച്ച് തെറ്റ് ചെയ്തവന് തന്നെ വീണ്ടും വീണ്ടും നന്നാവാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്ത് അവനെ കൂടി അബദ്ധത്തിൽ നിന്ന് സുബദ്ധത്തിന്റെ രാജവീതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ വഴികൾ വീണ്ടും വീണ്ടും ഇട്ടുകൊടുക്കുന്ന ശൈലിയാണ് റബ്ബിൻ്റെത്.
നോക്കൂ നിങ്ങൾ, ഭൗതിക ലോകത്ത് നമ്മുടെയൊക്കെ സ്വഭാവവും നമ്മുടെ സ്വഭാവവും റബ്ബിന്റെ സ്വഭാവം തമ്മിലുള്ള വ്യത്യാസം. നമ്മളോട് ആരെങ്കിലും ഒരു ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവം ചെയ്തതിന് അപ്പൊ തന്നെ അവനോട് പകരം വീട്ടാൻ എന്താ ചെയ്യാൻ പറ്റാന്ന് ആലോചിക്കും നമ്മളെ കൂട്ടത്തിൽ പലരും, അല്ലെ? ആ റിവെഞ്ചിന്റെ മനസ്സുമായിട്ട് പ്രതികാരത്തിന്റെ ശൈലിയുമായിട്ട് നമ്മൾ കഴിഞ്ഞുകൂടും. അവസരം കിട്ടിയ ഓനെതിരെ പാര വെക്കണം എന്ന തീരുമാനമായിട്ട്, അല്ലെ? ഇവന് കുറ്റവാളി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയാ. നമുക്കൊരാളോട് താല്പര്യം ഇല്ലെങ്കിൽ ഓനെതിരെ എങ്ങനെ പാര വെക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. അങ്ങനത്തെ കുടില മനസ്സ് അല്ലാഹു തആല നമ്മളൊന്നൊക്കെ ഒഴിവാക്കി തെരുമാറാവട്ടെ. ഒരിക്കലും മൂമിനായ മനുഷ്യൻ അങ്ങനെയല്ല ആവേണ്ടത്. മൂമിനായ മനുഷ്യൻ ആ വിധത്തിലുള്ള സ്വഭാവത്തിന്റെ ആളാകരുത്. പാരപണിയുന്ന ശൈലിയിൽ നിന്നും മാറണം മൂമിൻ. പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർ അങ്ങനെയാ. ഒരാളോട് എന്തെങ്കിലും ഒരു ചെറിയ വെറുപ്പുണ്ടാവും, ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെറുതെ തെറ്റിദ്ധരിച്ചതേക്കും. വെറുതെ അല്ലല്ലോ ഖുർആൻ ചില തോന്നലുകളൊക്കെ തെറ്റാണെന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ എങ്ങനെങ്കിലും പാര വെക്കാൻ എന്ത് കളവ് പറഞ്ഞിട്ടായാലും ശരി, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞിട്ടായാലും ശരി, അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അങ്ങനെ ഈ പ്രതികാരം മനസ്സിൽ വരുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് മനുഷ്യന്മാരുടേതെങ്കിൽ അല്ലാഹു തആല അവനോട് ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക് തന്നെ പുറത്തു കൊടുക്കാനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി അവരുടെ പശ്ചാത്താപം അവർ ചെയ്താൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണത്തിലൂടെയാണ് പശ്ചാത്താപത്തിന്റെ ഗൗരവം നമ്മുടെ ശ്രദ്ധയപ്പെടുത്തിയത്. തെറ്റ് ചെയ്തു പോയ മനുഷ്യന്മാർ അള്ളാഹിനോട് പശ്ചാത്തപിക്കുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ, അതിന് റസൂലുള്ള ഒരു ഉദാഹരണം പറയുന്നത് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണമാണ്. ആ മനുഷ്യൻ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്റെ വാഹനം, ആ വാഹനപ്പുറത്താണ് ഭക്ഷണ സാധനങ്ങളും അതേപോലെ തന്റെ യാത്രക്കാവശ്യമായ മറ്റ് സാമഗ്രികളൊക്കെ ഉള്ളത്. ആ വാഹനത്തിന് ചെറിയ റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് ഇറങ്ങി വാഹനം എന്ന് പറഞ്ഞാൽ അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ ഹദീസിലുള്ളത് ഒട്ടകം പോലത്തെ വാഹനങ്ങളാണ്. ആ വാഹനം ഒരു മരത്തിൽ കെട്ടി നിർത്തിയിട്ട് താൻ ഇപ്പുറത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ തന്റെ വാഹനം അവിടെ അല്ല. വാഹനം അവിടെ അല്ലാണ്ട് വന്നപ്പോ ആ മനുഷ്യൻ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ, ഇനി എന്റെ നാട്ടിലേക്കും എനിക്ക് നടന്നു പോകാൻ കഴിയില്ല, എന്റെ ലക്ഷ്യസ്ഥാനത്തേക്കും നടന്നു പോകാൻ കഴിയില്ല. രണ്ടിന്റെ ഇടയിൽ, ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാ ഞാനുള്ളത്. എന്താ ഇപ്പൊ ചെയ്യാ? കഴിക്കാനുള്ള ഭക്ഷണമാണെങ്കിൽ അതിന്റെ പുറത്താണുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. ഇനി ഇവിടെ ആണെങ്കിൽ സഹായത്തിന് ഒരാളോട് ചോദിക്കാനുള്ള കൊടും കാട്ടിലാ ഞാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. പട്ടിണി കിടന്ന് മരിക്കാൻ മനസ്സ് പാകപ്പെടുത്തി അയാൾ ഇങ്ങനെ ഏറ്റവും വലിയ നിരാശയോടെ, ജീവിതത്തിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഞാൻ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കും, ഒരാളും അറിയാതെ എന്ന് ചിന്തിക്കുന്ന അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയല്ലേ? ആ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യൻ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഈ മരിക്കാൻ വേണ്ടി ഇങ്ങനെ തലയും താഴ്ത്തിയിട്ട് ഇരിക്കുമ്പോ പെട്ടെന്നൊന്ന് ഇങ്ങനെ തല ഉയർത്തി കണ്ണു തുറന്ന് നോക്കിയപ്പോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച തന്റെ വാഹനവും ആ വാഹനത്തിന്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ ഒരു കേടുമില്ലാതെ അവിടെ തന്നെ വന്നു നിൽക്കുന്നത് കണ്ടാൽ, ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ പേരിൽ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഒരു ആഴം അത് നമുക്ക് മനസ്സിലാക്കാലോ. അത് ഉദാഹരണം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലല്ലാഹു അഫ്റഹു ബിതൗബത്തി അബ്ദിഹി മിൻ. അല്ലാഹു തആല തെറ്റ് ചെയ്തിട്ട് അള്ളാഹിനോട് പശ്ചാത്തപിക്കുന്ന മനുഷ്യന്മാരുടെ പശ്ചാത്താപത്തിന്റെ പേരിൽ ജീവിതം വഴിമുട്ടി മരിക്കല്ലാതെ നിവൃത്തില്ല എന്ന് ചിന്തിച്ച നിരാശയോടെ കഴിഞ്ഞ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ ആൾരൂപമായി കടന്നു വന്ന തന്റെ വാഹനം കിട്ടിയപ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാളും വലിയ സന്തോഷാണ് തെറ്റു പറ്റിപ്പോയ മനുഷ്യൻ, പടച്ചോനെ എന്റെ അടുത്ത് പറ്റിയത് തെറ്റാണ്, ഈ എനിക്ക് മാപ്പാക്കണേ എന്ന് അള്ളാഹിനോട് മനസ്സ് തുറന്ന് പറയുമ്പോ അള്ളാഹ്ക്കുള്ളത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു. അതന്നെ അതാ ഖുർആനും പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപ മനസ്സുള്ളവരെ, പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്, അള്ളാഹ് സ്നേഹിക്കുന്നു. അപ്പൊ തെറ്റ് പറ്റിപ്പോയ മനുഷ്യന്മാര് ഇനി ഞാൻ എന്തായാലും നരകത്തിലേക്ക് തന്നെ എന്ന നിലക്ക് തന്റെ ജീവിതത്തെ എഴുതി തള്ളുന്നതിനു പകരം വിവേകം എത്ര വൈകിച്ചാലും സ്വാഗതാർഹമാണ് എന്ന ആ മഹത്തായ തത്വത്തിന്റെ പുറകെയാണ് മനുഷ്യൻ നിൽക്കേണ്ടത്. ഒരു തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ പിന്നെയും പിന്നെയും അതേ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ഞാൻ എന്തായാലും ഇതിന്റെ പേരിൽ പിടിക്കപ്പെടും, ഇതിന്റെ പേരിൽ ഞാൻ കുടുങ്ങും, ഇനി ഇവിടെ എന്തായാലും ഞാൻ ഇങ്ങനെ പോട്ടെ, പരലോകത്ത് ശിക്ഷ എന്തായാലും ഉറപ്പായി കിട്ടിയിട്ടുണ്ട്
ഈ നിലക്കുള്ള നിരാശ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരരുത്. മറിച്ച് എത്ര തെറ്റുപറ്റിയവനും അല്ലാഹു തആലാനോട് മാപ്പ് ചോദിച്ചാൽ അള്ള മാപ്പ് കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എല്ലാ മനുഷ്യന്മാരിൽ നിന്നും അല്ലാഹു തആല പ്രത്യേകം ഹിഫ്ള് നൽകിയവരല്ലാത്ത, ഇസ്മത്ത് നൽകിയവരല്ലാത്ത എല്ലാവരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിക്കാം. എന്നാൽ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ അത്തവ്വാബൂൻ, പശ്ചാത്തപിക്കുന്നവരാകുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാ അള്ളാഹു ഖുർആനിലും പറഞ്ഞതാ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വ്യക്തമായിട്ടാ പറഞ്ഞേ, യാ ഇബാദിയല്ലദീന അസ്റഫു, തെറ്റ് ചെയ്ത് ശരീരത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ എന്ന് വിളിച്ചു പറയാനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാ. എന്താ വിളിച്ചു പറയേണ്ടത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളാരും നിരാശരാകണ്ട. തെറ്റ് ചെയ്തു പോയില്ലേ, ഇനി ഞാൻ എന്തായാലും നരകത്തിൽ തന്നെ എന്ന മുൻവിധി വേണ്ട. മറിച്ച് നിങ്ങൾ ഇനിയും പശ്ചാത്തപിക്കാൻ തയ്യാറാവൂ, നന്നാവാൻ തീരുമാനിക്കൂ. കഴിഞ്ഞ കാലത്ത് വന്നുപോയ അബദ്ധങ്ങൾ അത് വലിയ അപകടമാണെന്ന ആ ഇൽമ് നിങ്ങൾക്കുണ്ടാവട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ പടച്ചോൻ എങ്ങനെയൊക്കെയാൻ ചെയ്തു പോയല്ലോ എന്ന മനസ്സിന്റെ തേങ്ങലും വിങ്ങലും ആ ഹാലും നിങ്ങൾക്കുണ്ടാവട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ അത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് പോകില്ലെന്നും വന്നുപോയതിൽ എനിക്ക് ഖേദമുണ്ടെന്നും നിലവിൽ ഞാൻ അത്തരത്തിലുള്ള അബദ്ധങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടെന്നുമുള്ള ആ ഒരു മാനസികാവസ്ഥ റെഡിയാക്കിയിട്ട് റബ്ബേ നീ എനിക്ക് പൊറുക്കണേ എന്ന് മനസ്സ് തുറന്ന് പറയാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അതേറ്റവും വലിയ സൗഭാഗ്യമായി, അവന്റെ ജീവിതത്തിൽ അതേറ്റവും വലിയ നന്മയായി കടന്നു വരുമെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കാൻ. അതാണ് സമുദായത്തിന് വേണ്ടി, അതേപോലെ തന്റെ സന്താന പരമ്പരയിലുള്ള ദോഷികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പറഞ്ഞത്, വത്തുബ അലൈന, പടച്ചവനെ ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. എന്താ നിന്നോട് ഇങ്ങനെ പറയാൻ കാരണം? ഇന്നക അൻത, നിശ്ചയം നീ തന്നെ അത്തവ്വാബുർ റഹീം, വല്ലാതെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകൽ സമയത്ത് ദോഷം ചെയ്ത ആളുകളുടെ ആ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രി അവന്റെ അനുഗ്രഹം അവൻ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടുത്തുകയാണ്. രാത്രി ദോഷം ചെയ്തവരുടെ ദോഷം പൊറുക്കാൻ വേണ്ടി പകൽ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ, അതുപോലെ ഭാവി നമുക്ക് തിന്മകളോട് ബന്ധമില്ലാത്തതാക്കി മാറ്റാനുള്ള ഒരു കൃത്യമായ പ്രതിജ്ഞയും സ്വഭാവവും ഉണ്ടാക്കാൻ ഈ മഹത്തായ ആയത്തിന്റെ വ്യാഖ്യാനം എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന്റെ കാരണമാക്കി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. തിന്മകളുടെ അപകടം, തെറ്റുകളുടെ ദൂഷ്യം, ആ തെറ്റുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ആത്മീയമായ നാശം, ഇതൊക്കെ ഓർക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഒക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ദ്വാർക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അടുത്ത സമയത്ത് തന്നെ ലൈവ് വരും. അടുത്ത ആയത്തിലേക്ക് ഇനി കടക്കാം, അപ്പൊ നേരല്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക് മീഡിയ മിഷൻ വളരെ സജീവമായി അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രവർത്തകരും, പ്രസ്ഥാന ബന്ധുക്കളും, അഭ്യുദയകാംക്ഷികളൊക്കെ മഹത്തായ നമ്മുടെ ക്ലാസ് റൂമും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ മേഖലകളിലുമുള്ള നമ്മുടെ ആക്ടിവിറ്റീസുമായിട്ട് കൂടുതൽ സഹകരിക്കാനും അതിന്റെ പ്രചരണവും അതേപോലെ തന്നെ അതിൽ നിന്ന് നമ്മളെ സാന്നിധ്യം അറിയിക്കലും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാനും എല്ലാവരോടും ആവശ്യപ്പെടുകയും പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരൊക്കെ മഹത്തായ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നത് നമ്മുടെ നേതാക്കൾക്കും അതേപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിനും വലിയ ഒരു സഹായം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന ഓർമ്മ ഓരോരുത്തരുടെയും, ഓരോ പ്രവർത്തകന്റെയും, ഓരോ അഭ്യുദയകാംക്ഷിയുടെയും മഹത്തായ ഈ സംരംഭം, ഈ മഹത്തായ ദീനിയായിട്ടുള്ള നമ്മുടെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ വഴികൾ കണ്ടെത്താൻ അല്ലാഹു തആല നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടെ ഖിദ്മത്ത് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിന്ന് പൂർണ്ണമായ തൗബ ചെയ്ത് നസൂഹായ തൗബയോടുകൂടെ
കലിമത്ത് തൗഹീദ് മനസ്സറിഞ്ഞ് ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഉള്ള മരണം കൊണ്ട് നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തൊക്കെയും അള്ളാഹുവിന്റെ ത്വാഅത്തിലും അവന്റെ ദീനിന്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികൾ പലരും പല വിധത്തിലും വിഷമിക്കുന്നവരുണ്ട്. ഹോസ്പിറ്റലുകളിലും വീടുകളിലൊക്കെ രോഗികളായി കഴിയുന്ന, അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട നമ്മുടെ ധാരാളം പ്രവർത്തകർ പല ഹോസ്പിറ്റലുകളിലും വളരെ വിഷമകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെയും ഖൈറായ ശിഫ, പെട്ടെന്നുള്ള ശമനം, സന്തോഷകരമായ ആഫിയത്ത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്, നമ്മുടെ ക്ലാസ് റൂമിന്റെ ബർക്കത്ത് കൊണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുമാറാവട്ടെ. മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ മഹാരഥന്മാരായ നേതാക്കൾ, സാദാത്തുക്കൾ, അതേപോലെ ഉലമാക്കൾ, ഉസ്താദുമാർ, പ്രസ്ഥാന ബന്ധുക്കൾ, ദീനിന്റെ ഖാദിമീങ്ങൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, മാതാപിതാക്കൾ, അതേപോലെ തന്നെ മറ്റു വേണ്ടപ്പെട്ടവർ, ഭാര്യ സന്താനങ്ങൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ തണലും അതേപോലെ തന്നെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ആ മേൽനോട്ടവും നമ്മുടെ ജീവിതത്തിന്റെ നന്മക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് കടങ്ങളിൽ കുടുങ്ങിയവർക്കൊക്കെ വീട്ടാനുള്ള ഹലാലായ വഴികൾ എളുപ്പമാക്കുമാറാവട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങൾ, ഞങ്ങളുടെ ജോലികൾ, അതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റെല്ലാ സംരംഭങ്ങൾ ഒക്കെ നീ നിന്റെ പൊരുത്തത്തിലും പ്രത്യേകമായ ബറക്കത്തിലുമാക്കി തരണേ റഹ്മാനെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണേ റഹ്മാനെ. പല കുടുംബങ്ങളിലുമുള്ള അസ്വസ്ഥതകൾ, അസ്വാരസ്യങ്ങൾ അതൊക്കെ നീക്കി നല്ല ഈമാനികമായ കുടുംബാന്തരീക്ഷം എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകണേ റഹ്മാനെ. കുടുംബത്തിന്റെ ശൈഥില്യം കൊണ്ടും കുടുംബത്തിന്റെ ഇടയിലുള്ള പക കൊണ്ടുമൊക്കെ വേദനിക്കുന്ന ധാരാളം ആളുകൾ ഒരു പക്ഷേ ഞങ്ങളുടെ സദസ്സിൽ തന്നെ ഉണ്ടാകും റഹ്മാനെ. അത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങൾക്കും നീ കൃത്യമായ പരിഹാരവും ഐക്യവും അതേപോലെ തന്നെ യോജിപ്പുമുള്ള കുടുംബാന്തരീക്ഷവും നൽകണേ റഹ്മാനെ. ശാസ്ത്രവത്തിന്റെയും ശത്രുതയുടെയും ശൈലികൾ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ. റഹമുർ-റഹീമായ റബ്ബേ, അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒക്കെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ, അതേപോലെ വിവാഹം ചെയ്യാറായ ചെറുപ്പക്കാർ എല്ലാവർക്കും നീ അനുയോജ്യവും ദീനിയായ നന്മയുള്ളതുമായ പ്രപ്പോസൽ എളുപ്പമാക്കി കൊടുത്ത് സന്തോഷം നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്കൊക്കെ നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്ത ധാരാളം ആളുകൾ ഞങ്ങളോട് ദ്വാരക്കാൻ പലയിടത്തും വെച്ച് ഏൽപ്പിച്ചവരിലുണ്ട്, ഇവിടെയും ഉണ്ടാകും റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെ നീ സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ.